മദ്യപിക്കുന്നത്? ആ ചോദ്യം നമ്മൾ ഒരു ചോദ്യം ചോദിച്ച് നമ്മൾ ഉത്തരം കണ്ടെത്തുമ്പോൾ അതിന്റെ ഉത്തരമായിട്ട് വരുന്നത് പല കാരണങ്ങളും പറയും. ചിലപ്പോൾ ഒരു കാരണമില്ലാണ്ടൊക്കെ മദ്യപിക്കും. അതിന്റെ ഉത്തരമായിട്ട് വരുന്നത് നമ്മളൊരു മദ്യാസക്ത രോഗിയാണ് എന്നുള്ളൊരു ഉത്തരമാണ് അതിൻ്റെ അകത്ത് അവസാനം ക്രോഡീകരിക്കപ്പെടുക. രണ്ടാമത് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, എന്തിനാണ് നമ്മൾ മദ്യപിക്കാതിരിക്കേണ്ടത്? അതാണ് നമ്മൾ ആദ്യത്തെ ഭാഗത്ത് വായിച്ചത്, എന്തുകൊണ്ട് മദ്യപിക്കാതിരിക്കണം. മിക്കവാറും നമ്മൾ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കുന്ന ചോദ്യമാണ്, എന്തിനാ ഞാനിപ്പോ കുടിക്കാണ്ടിരുന്നിട്ട് ഇപ്പൊ എന്താ കാര്യം? ഞാനിപ്പോ കുടിക്കാതെ ഇരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല, കുടിയല്ല പ്രശ്നം എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഉത്തരമാണ് അതിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ ആമുഖത്തിന് ആഴത്തിൽ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവുക, എന്തിനാണ് കുടിക്കാണ്ടിരിക്കുന്നത്. മൂന്നാമത് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, എങ്ങനെയാണ് ഈ കുടിക്കാതിരിക്കുക എന്നുള്ളത്. എങ്ങനെ നമുക്ക് ഈ മദ്യപിക്കാതിരിക്കാൻ കഴിയും? ആ ചോദ്യത്തില് ആണ് നമുക്ക് ഒരു ഈ സുബോധമുണ്ടെങ്കിൽ നമുക്ക് മദ്യപിക്കാതിരിക്കാൻ പറ്റും. സുബോധമാണ് നമ്മൾ മദ്യത്തെ മാറ്റി നിർത്താൻ, ഒന്നാമത്തെ പെഗ്ഗിനെ മാറ്റി നിർത്താൻ നമ്മളെ സഹായിക്കുന്ന സുബോധമാണ്. ഈ സുബോധം നിലനിർത്താൻ നമ്മൾ അനുവർത്തിക്കേണ്ട കുറെ ടെക്നിക്കുകളിൽ ഒരു പ്രധാന ടെക്നിക്കാണ് ഈ 24 മണിക്കൂർ പദ്ധതിയുടെ ഉപയോഗം എന്ന് പറയുന്നത്. നമുക്കതൊന്ന് വായിച്ചു പോവാം, വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. 24 hours പ്രോഗ്രാം. മദ്യപിക്കുന്ന കാലയളവിൽ നമ്മൾ സാധാരണ കുടി ആദ്യം നിർത്തിയതല്ല. ഇപ്പം നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് വട്ടം കുടി നിർത്തിയിട്ടുണ്ട്. ആ കുടി നിർത്തിയതൊക്കെ നമ്മൾ രണ്ട് തരത്തിലാണ് നമ്മൾ നിർത്തിയിട്ടുള്ളത്. ഒന്ന്, ഞാൻ ഇനി ഒരിക്കലും കുടിക്കില്ല, ഇനി ഒരു ദിവസം പോലും ഒരു തുള്ളി ഞാൻ കൈകൊണ്ടുപോകില്ല എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടി കുടി നിർത്തിയിട്ടുണ്ട്. വേറെ ചിലര്, ഞാൻ അടുത്ത ഒരു കൊല്ലത്തേക്ക് കുടിക്കില്ല, അല്ലെങ്കിൽ അടുത്ത പെരുന്നാൾ വരെ കുടിക്കില്ല, അല്ല അടുത്ത ഈ ന്യൂ ഇയർ വരെ കുടിക്കില്ല, അങ്ങനെ ഒരു കാലയളവ് വെച്ചുകൊണ്ട് കുടി നിർത്തുകയാണ്. അത്രയും കാലം കുടിക്കാതിരുന്നു കഴിഞ്ഞാൽ കുടിയോടുള്ള നമ്മളുടെ താല്പര്യമൊക്കെ കുറയും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് നമ്മളൊരു കുറഞ്ഞ കാലയളവിലേക്ക്, കാരണം ജീവിതകാലം മുഴുവനും കുടിക്കാതിരിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. അതുകൊണ്ട് ഒരു നിശ്ചിത കാലയളവ് നമ്മൾ വെക്കുന്നു. അടുത്ത ഒരു വർഷം, അല്ലെങ്കിൽ അടുത്ത കല്യാണം അവരുടെ കല്യാണം കഴിയുന്നിടം വരെ, അതല്ലെങ്കിൽ ഇന്നൊരു സംഭവം നടക്കുന്നിടം വരെ, ജോലി ശരിയാവുന്നിടം വരെ, അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം വെച്ച്, അല്ലെങ്കിൽ റിട്ടയർ ആവുന്നിടം വരെ, അല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടുന്നിടം വരെ, അങ്ങനെ എന്തെങ്കിലും ഒരു ക്ലോസ് വെച്ചിട്ടാണ് പലപ്പോഴും കുടി നിർത്തുക. അതാ ഒരു കൂട്ടര്. വേറെ ചില ആൾക്കാർ, ഞാനിങ്ങനെ ഒരിക്കലും കുടിക്കില്ല എന്നുള്ള തീരുമാനമൊക്കെ എടുത്തു. പക്ഷെ ഈ രണ്ട് തീരുമാനങ്ങളും എത്ര കാലം നിന്നിട്ടുണ്ടെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. മദ്യപിക്കുന്ന കാലയളവിൽ നിരവധി തവണ ഞങ്ങൾ ശപഥം ചെയ്തു, ഇനി ഒരിക്കലും മദ്യം തൊടില്ല. ഞങ്ങൾ ഒരു വർഷത്തേക്ക് മദ്യപിക്കില്ല എന്ന് പ്രതിജ്ഞ വേറെ ചിലരും എടുത്തു. ഈ സാധനം 3 ആഴ്ചത്തേക്കോ 3 മാസത്തേക്കോ കൈകൊണ്ട് തൊടില്ലെന്ന് ആർക്കെങ്കിലും വാക്ക് കൊടുത്തു. ആ തീരുമാനം എടുക്കുന്ന പലതരത്തിലാണ്. വാക്ക് കൊടുക്കുക, പ്രതിജ്ഞ എടുക്കുക, കോലൊടിച്ചിടുക എന്ന് വേണ്ട, അങ്ങനത്തെ ചെയ്യാൻ പറ്റുന്ന പള്ളിയിലോ അമ്പലത്തിലോ നമുക്ക് ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ മതപരമായ ആരാധനാലയങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ആരാധനാലയത്തിൽ പോയിട്ട് സത്യം ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഈ കുടി അങ്ങോട്ട് നിർത്തി. കൂടാതെ വിവിധ കാലയളവുകളിൽ മദ്യം കഴിക്കാതിരിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കുറെ കാലമൊക്കെ കുടിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കബളിപ്പിക്കുന്നവനാണ് മദ്യം എന്ന് ബിഗ് ബുക്കിൽ ഒരു സ്ഥലത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. മദ്യം അന്താളിപ്പിക്കുന്നവനും കബളിപ്പിക്കുന്നവനും സൂത്രശാലിയുമാണ്. നേരത്തെ വായിച്ചു. സൂത്രശാലിയും ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്നവനും ശക്തനുമാണ്. കബളിപ്പിക്കുന്നവനാണ്, സൂത്രശാലിയാണ്. അതുകൊണ്ട് തന്നെ ആ മദ്യം നമ്മളെ വീണ്ടും കഴിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഈ തരം എടുക്കുന്ന പ്രതിജ്ഞകളെ അത് നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില സന്ദർഭങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വളരെ ന്യൂട്രലായിട്ട് കയറി വരും. ആ സന്ദർഭം കൊണ്ട് നമ്മൾ വീണ്ടും മദ്യത്തിലേക്ക് വീണ്ടും പോകാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് വിവിധ കാലയളവ് അങ്ങനെ മദ്യം കഴിക്കാതിരിക്കുകയും ചെയ്തു. കടിച്ചു പിടിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തിയ ഈ പ്രഖ്യാപനങ്ങളെല്ലാം ആത്മാർത്ഥമായിരുന്നു. ഈ പറഞ്ഞ ഈ എത്ര കാലത്തേക്ക് കുടിക്കില്ല എന്നും ഞാനിനി ജീവിതത്തിൽ കുടിക്കില്ല എന്നും ചുമ്മാതെ ഒരാള് വിളിച്ച് പറയൂലല്ലോ. അയാൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അയാൾക്ക്
ആ കുടി കൊണ്ട് അയാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ ഉണ്ടായി കഴിയുമ്പോഴാണ് ഈ കുടി എനിക്ക് പറ്റില്ല, ഞാനത് നിർത്തി എന്ന് അയാൾ പറയാം. വളരെ ആത്മാർത്ഥമായിട്ട്, വളരെ ഉള്ളിന്റെ ഉള്ളിൽ തട്ടിയെടുത്ത് പിന്നെ ഒരിക്കലും മതോന്മത്തരാവരുതെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. ഞങ്ങളത് തീർച്ചയാക്കി, കുടിക്കില്ല. എന്നിട്ട് നമ്മൾ നമ്മുടെ വിൽ പവറിനെ വീണ്ടും വീണ്ടും ഒന്ന് ഇളക്കുകയും ചെയ്തു. ഞാൻ അതുപോലെ എടുത്ത എല്ലാ തീരുമാനങ്ങളും ഞാനത് അങ്ങനെ ചെയ്യുമെന്ന് അതിശക്തമായി വിചാരിച്ചിട്ട് എടുത്ത തീരുമാനങ്ങൾ പലതും നമ്മൾ വിജയിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ എന്താ പറയാ, ഒരു ജോലി നേടണമെന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നോ, പിന്നെ ഒരു കാർ വാങ്ങണമെന്നോ, ഒരു വാഹനം വാങ്ങണമെന്നോ, വീടുണ്ടാക്കണമെന്നോ, അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ആഗ്രഹം കടുത്തതായി വരുമ്പോൾ നമ്മൾ അതൊക്കെ നേടിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ വിൽ പവർ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ് ഈ ഒരു സംഗതി, അതായത് കുടിയിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ള സംഗതി അങ്ങനെ കഴിയുന്നതാണെന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനിച്ചതാണ്, ഞാൻ ഇനി ഒരിക്കലും കുടിക്കില്ല എന്ന അതിശക്തമായ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നു. ഞങ്ങൾ തീർത്തും മദ്യപിക്കില്ല എന്ന് ശപഥം ചെയ്തു. ഭാവിയിൽ അനിശ്ചിതമായ ഏതോ സമയം വരെ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചു. അനിശ്ചിതമായ, അതായത് എന്ന് വരെ എന്നുള്ള ഒരു കാലയളവ് ചിലപ്പോൾ നമ്മൾ വെക്കില്ല. ഇനി ഒരിക്കലും എന്ന് വെക്കുക, എന്ന് വരെ എന്ന് തീരുമാനിക്കില്ല. അങ്ങനെ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്ന അനിശ്ചിതമായ ഒരു കാലയളവ്. ചിലര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വർഷം വരെ അല്ലെങ്കിൽ ജോലി കിട്ടുന്നിടം വരെ ഒരു കാലയളവ് വെച്ചുകൊണ്ടൊക്കെ കുടിക്കാതിരിക്കും. ഞങ്ങളുടെ ഉദ്ദേശം എന്ത് തന്നെ ആയിരുന്നിട്ടും അതിന്റെ പരിണിത ഫലം പതിവ് പോലെ ആയിരുന്നു. അതിന്റെ ലാസ്റ്റ് സംഭവിച്ചത് ഉദ്ദേശം കറക്റ്റ് ആയിരുന്നു, കുടിക്കാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് നടപ്പിലാക്കി വന്നപ്പോൾ അതിന്റെ പരിണിത ഫലം പതിവ് പോലെ ആയിരുന്നു. പതിവ് പോലെ മീൻസ് അത് കുറച്ചു ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്തൊരു കുടിയിലേക്ക് ചെന്ന് ചാടുക. കാലക്രമേണ ഞങ്ങളുടെ ശപഥങ്ങളുടെ ഓർമ്മകൾ മങ്ങി. കുറച്ചു കാലം കഴിയുമ്പോൾ ഈ ശപഥമൊക്കെ, ഒരു ശപഥം എടുക്കുകയോ ഒരു തീരുമാനം എടുക്കുകയോ ചെയ്യുന്നത് അതിശക്തമായ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാകുമ്പോഴാണ്, ഒരു എഫക്റ്റ് ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിൽ പ്രതിസന്ധി, നഷ്ടം, പ്രയാസം, നാണക്കേട് വരുന്നതോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ജീവിതത്തിൽ വരുമ്പോഴാണ് അതിശക്തമായ തീരുമാനം എടുക്കുന്നത്. അങ്ങനെ ആ തീരുമാനം എടുത്തിട്ട് കുറച്ച് ദിവസം കുടിക്കാതെ അങ്ങനെ നിന്ന് കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ പറഞ്ഞ നഷ്ടങ്ങളുടെ കണക്കുകൾ നമ്മുടെ മനസ്സിൽ നിന്ന് മെല്ലെ അങ്ങ് പോവും. നാണക്കേടിന്റെ അതിലേക്ക് നയിച്ച ആ ദുരിതങ്ങളെയും എല്ലാം അങ്ങോട്ട് മെല്ലെ മെല്ലെ മറക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ വീണ്ടും കുടിക്കാൻ തുടങ്ങി. കൂടുതൽ ദാരുണമായ അവസ്ഥയിലെത്തി. പിന്നെ നമുക്ക് അറിയാം, ഒരു മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കുടിക്കാതിരിക്കാൻ, പല ദിവസവും കുടിക്കാതിരിക്കാൻ പറ്റും. പക്ഷെ കുടിക്കാൻ തുടങ്ങിയാൽ കുടിയുടെ മുകളിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടവരാണ് മദ്യാസക്ത രോഗികളെന്ന് നമുക്ക് ഇപ്പോൾ അറിയാം. അതുകൊണ്ട് തന്നെ ഈ കുടി നിർത്തിയ ശേഷം രണ്ടാമത് കുടിക്കാൻ തുടങ്ങുമ്പോൾ അതിദാരുണമായ അവസ്ഥയിലേക്ക് എത്തുന്നു. ഞങ്ങളുടെ ഒരിക്കലും മദ്യപിക്കാതിരിക്കുക എന്ന തീരുമാനം ഒരുപാട് കാലമൊന്നും നീണ്ടു നിന്നില്ല. ഒരിക്കലും മദ്യപിക്കില്ല എന്ന് എടുത്ത എല്ലാ തീരുമാനങ്ങളും കുറച്ചു ദിവസം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു കല്യാണ പാർട്ടിയിലോ, ഏതെങ്കിലും ഒരു യാത്രയിലോ, ഏതെങ്കിലും ഒരു ഫീലിങ്ങിലോ, ഏതെങ്കിലും ഒരു സമയത്ത് അറിയാതെ ആണെങ്കിൽ പോലും ഒരു സുഹൃത്തുക്കളുടെ കൂടെ ബാറിൽ കയറി ഇരിക്കുമ്പോഴോ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആയിരിക്കാം ചിലപ്പോൾ ബാറിൽ കയറി ഇരിക്കുന്നത്. അപ്പോ ഉദ്ദേശം കുടിക്കണമെന്ന ഉദ്ദേശം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ സംഗതികളൊക്കെ ബാക്കിയുള്ളവരൊക്കെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ അറിയാതെ ഒരു നേരത്തേക്ക് കുടിച്ചു പോയി പെട്ടു. അങ്ങനെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ മദ്യാസക്ത രോഗി ആയതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും കുടിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നത് കാണുന്നുണ്ട്. ഞങ്ങളിൽ ചിലർ അത്തരം പ്രതിജ്ഞകൾ എടുത്തത് ചില സ്വകാര്യ താല്പര്യത്തോടു കൂടിയാണ്. അതായത് നമ്മളുടെ ഒരു സ്വന്തം ഇതിന് വേണ്ടിയിട്ടാണ്
പലപ്പോഴും കുടിക്കില്ല എന്ന തീരുമാനം എടുത്തത്. കാരണം ഞാൻ ചിലപ്പോൾ ആരോടും പറഞ്ഞിട്ടുണ്ടാവില്ല. പ്രഖ്യാപനം പൊതുവെ ആദ്യമൊക്കെ ഈ ചിലപ്പോൾ എല്ലാവരോടും ഉറക്കെ പറഞ്ഞുകൊണ്ടൊക്കെ തീരുമാനം എടുക്കും. അങ്ങനെ തീരുമാനം എടുത്ത് ആ തീരുമാനം പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ നാണക്കേടാവും. ആ നാണക്കേടാവും എന്നുള്ളത് കൊണ്ട് തന്നെ പിന്നെ ആയപ്പോൾ ഈ തീരുമാനം എടുക്കുന്നത് സ്വയം ആ തീരുമാനം ആരോടും പറയാൻ. അങ്ങനെ സ്വയം തീരുമാനം എടുക്കുന്ന ആള് കുറെ കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ കുടിക്കാതിരുന്ന് കഴിയുമ്പോൾ അയാള് ചിന്തിക്കുക, ഇതിപ്പോ ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല, കുറച്ച് കുടിച്ചു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ഞാൻ കടുത്ത തീരുമാനമൊന്നും എടുത്തിട്ടില്ല എന്ന് വിചാരിച്ച് അയാൾ വീണ്ടും മെല്ലെ ഒന്ന് അയാൾ കുടിച്ചു നോക്കുന്നു. വീണ്ടും ഈ മദ്യാസക്ത രോഗി ആയതുകൊണ്ട് അയാൾ വലിയ കുടിയിലേക്ക് അന്ന് പോയില്ലെങ്കിലും പിറ്റേ ദിവസവും അതിന്റെ പിറ്റേ ദിവസവും ഒക്കെ ആയിട്ട് അയാൾ വലിയ കുടിയിലേക്ക് അയാൾ മാറുന്നു. എന്നിട്ട് അതിന് അങ്ങനെ അതിശക്തമായ തീരുമാനം എടുത്ത ആൾക്കാർ ചിലപ്പോ ചില ന്യായീകരണങ്ങൾ ഉണ്ടാവും കുടിക്കുന്നതിന്. അതായത് ഞങ്ങൾ സ്വയം പറഞ്ഞത് കുടിക്കില്ലെന്ന പ്രതിജ്ഞ ബിയറും വൈനും ഒഴികെ വീര്യമുള്ള സാധനങ്ങളുടെ കാര്യത്തിൽ മാത്രമായിരിക്കും. ഇപ്പൊ ബിയറും വൈനും കള്ളും വേണമെങ്കിലൊക്കെ കുടിക്കാം, അതൊന്നും വീര്യമുള്ളതല്ല. ഞാൻ ഇപ്പൊ തീരെ കുടിക്കില്ല, കാരണം ഞാൻ പ്രശ്നം ഉണ്ടാക്കിയത് മുഴുവൻ ആ വലിയ വീര്യമുള്ള ബ്രാൻഡിയോ വിസ്കിയോ റമ്മോ ഒക്കെ കഴിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ അത്തരം സാധനങ്ങളൊന്നും കഴിക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോ ഞാനഥവാ കുടിക്കുകയാണെങ്കിൽ തന്നെ വല്ല ബിയറോ വൈനോ ഒക്കെ കുടിക്കുക എന്നുള്ള ഒരു ആണെന്ന് പറഞ്ഞിട്ട് ഇയാൾ മെല്ലെ ആ തീരുമാനത്തെ ഒന്ന് ലൈറ്റ് ആക്കുന്നു. ഇങ്ങനെ ഞങ്ങൾ ഒരു പാഠം പഠിച്ചു. എന്താണ്? ഞങ്ങൾക്കത് നേരത്തെ അറിയാമായിരുന്നില്ല. എന്താണ് അത്? അതായത് ഞങ്ങളെ ലഹരി പിടിപ്പിക്കാൻ ബിയറിനും വൈനിനും സാധിക്കുമെന്ന് അറിയുകയില്ല. ബിയറും വൈനും കുടിച്ചാൽ ലഹരി ഉണ്ടാകും എന്നുള്ള വിവരം നമ്മളുടെ മനസ്സിലേക്ക് വരുന്നതേ ഇല്ല. കാരണം ഇത് പക്ഷെ ഇടക്കൊന്ന് ബ്രേക്ക് ആവുന്നുണ്ട്, മിസ്സാവുന്നുണ്ട്. യെസ് ഇടക്ക് ഇപ്പം മൂന്നാമത്തെ പ്രാവശ്യമാണത്. ഇത്തിരി സമയം കുഴപ്പമില്ല, കണ്ടിന്യൂ ചെയ്തോ. റേഞ്ചിന്റെ പ്രശ്നമുണ്ടോ? നോക്കാല്ലേ, ഒന്നുകൂടെ ഇനി അങ്ങനെ സംഭവിച്ചാന്ന് പറയും കേട്ടോ. ഹലോ, കേൾക്കുന്നുണ്ട് ഇപ്പൊ കേൾക്കുന്നുണ്ട്. ആ റേഞ്ചിന് ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ. നോ പ്രോബ്ലം. ഓക്കെ തുടരട്ടെ. യെസ് മാഷേ, ഓക്കെ. അപ്പൊ ഈ കുടിക്കില്ല എന്നുള്ള തീരുമാനം എടുത്തത് ചില കാര്യങ്ങൾ, ഇപ്പൊ ബിയറിന്റെ കാര്യത്തിലും വൈനിന്റെ കാര്യത്തിലും ഇല്ല എന്നുള്ള തീരുമാനത്തിൽ ബിയറും വൈനും ഒക്കെ കുടിക്കുന്നു. പക്ഷെ നമ്മൾ അറിയുന്നില്ല എന്ത്, ഈ വാറ്റിയെടുത്ത മദ്യം കഴിക്കുമ്പോഴുള്ള ലഹരി ആണ് നമുക്ക് വേണ്ടത്. അതായത് ബ്രാൻഡിയോ വിസ്കിയോ ഒക്കെ കഴിക്കുമ്പോഴുള്ള ലഹരിയാണ് നമുക്ക് വേണ്ടത്. പക്ഷെ അത് ബിയറിനും വൈനിനും ഇല്ല എങ്കിൽ പോലും അതിലേക്ക് എത്തുന്നോടം വരെ ബിയറും വൈനും കുടിക്കാം. അതായത് അളവുകൾ കൂട്ടുക, 2, 3, 4, 5 കുപ്പി എത്രയാണ് മറ്റതിനൊപ്പമാവുക, അതിലേക്കാണ് നമ്മൾ കുടി പോയതെന്നും നമ്മൾ അറിയുന്നതേ ഇല്ല. നമ്മൾ ബിയറും വൈനേ കുടിക്കുന്നുള്ളൂ എന്ന് പറയും. ചിലപ്പോൾ 5, 6 കുപ്പി ബിയറാണ് കുടിക്കുക. പക്ഷെ അപ്പോഴത്തേക്കും ആൽക്കഹോളിന്റെ ലെവല് മറ്റതിന്റെ ലെവലിലേക്ക് എത്തുന്നോടം വരെ നമ്മൾ കുടിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിലേക്ക് മാറിയപ്പോൾ ഉള്ള ആൾക്കാരുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഞങ്ങളിൽ ചിലർ പൂർണ്ണമായും കുടി നിർത്തി എന്നത് ശരിയാണ്. പ്രതിജ്ഞകൾ അതുപോലെ തന്നെ പാലിക്കുകയും ചെയ്തു. ഒരു നിശ്ചിത സമയം വരെ കുടി നിർത്തി ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോ ക്രിസ്ത്യൻസിനാണെങ്കിൽ 50 ദിവസത്തെ നോമ്പുണ്ട്, ഹിന്ദുസിനാണെങ്കിൽ മണ്ഡല നോമ്പൊക്കെ ഉണ്ട്, അതുപോലെ മുസ്ലിംസിന് നോമ്പുണ്ട്. ഈ നോമ്പ് കാലം വരുമ്പോഴൊക്കെ സുഖമായിട്ട് കുടി നിർത്തി അങ്ങോട്ട് മാറി നിൽക്കും, കുടിക്കുകയില്ല. അപ്പൊ അത്രയും കാലം കുടിക്കാതിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളൊരു മിഥ്യ ധാരണ അയാളിൽ ഉണ്ടാവുന്നു. കാരണം ഇത്രയും കാലം ഞാൻ കുടിക്കാതിരുന്നല്ലോ, അപ്പൊ കുടിക്കാതിരിക്കാൻ എനിക്ക് പറ്റും, വേണമെങ്കിൽ വേണം, വേണ്ടെങ്കിൽ വേണ്ട എന്നുള്ളൊരു ചിന്തയോടുകൂടി അയാൾക്ക് തുടരാൻ പറ്റുമെന്ന് അയാളില് എന്തോ ഒരു തെറ്റായ ചിന്ത അയാളില് വന്നു കിടന്നു.
അതുകൊണ്ട് തന്നെ ഈ പ്രതിജ്ഞകളൊക്കെ ഒരു ചുരുങ്ങിയ കാലയളവിലേക്ക് അത് ആയിട്ട് പരിമിതപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ അത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് അയാളെ വല്ലാതെ കബളിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ വിജയം അയാളെ പറ്റിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാള്, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, ഇയാള് ഒരു സ്കൂൾ അധ്യാപകനാണ്. അയാള് ഒരിക്കലും സ്കൂളുള്ള സമയത്ത് അയാൾ കഴിക്കില്ല. എന്ന് വെച്ചാൽ ജൂൺ 1 സ്കൂൾ തുറന്നാൽ പിന്നെ അയാൾ കഴിക്കില്ല. ഓണത്തിന് പൂട്ടുന്നിടം വരെ. ഓണാവധിക്ക് കഴിക്കും, പിന്നെ കഴിഞ്ഞ് തുറന്നു കഴിഞ്ഞാൽ കഴിക്കില്ല. പിന്നെ ക്രിസ്മസ് അവധിക്കേ കഴിക്കുള്ളൂ. ക്രിസ്മസ് അവധി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാള് സമ്മർ വെക്കേഷനിൽ ഏപ്രിലേ കഴിക്കുള്ളൂ. അപ്പൊ അയാൾ വിചാരിക്കുന്നത് അത്രയും കാലം കുടിക്കാതിരിക്കുന്നത് കൊണ്ട് അയാൾ ഒരു ആൽക്കഹോളിക് അല്ല എന്നാണ് അയാൾ വിചാരിച്ചത്. പക്ഷെ ബിഞ്ച് ട്രിഗർ എന്ന് പറയുന്ന ആ ഒരു ഇതില് ഇയാൾ ഈ ഒരു 10 ദിവസം ഓണാവധിക്കും 10 ദിവസം ക്രിസ്മസിനും 2 മാസം വെക്കേഷൻ കാലത്തും കൂടി ഇയാൾ കുടിച്ച് തീർത്ത ബ്രാൻഡിയുടെ അളവ് നോക്കിക്കഴിഞ്ഞാൽ അയാൾ ഒരു വർഷം കുടിക്കേണ്ട സാധനം അയാൾ അത്രയും ദിവസം കൊണ്ട് കുടിച്ചു. അയാളൊരു 56 വയസ്സായപ്പോൾ അയാൾ മരിച്ചു പോവുകയും ചെയ്തു. അപ്പൊ അയാളുടെ ഒരു കുടിയാണ് പറഞ്ഞത്. അങ്ങനെ എന്താ പറയാ, പക്ഷെ അയാൾ എപ്പോഴും അവകാശപ്പെട്ടുകൊണ്ടിരുന്നത്, ഞാൻ സ്കൂൾ തുറന്നാൽ വർക്കിംഗ് ഡേയിൽ ഞാൻ കുടിക്കുകയില്ല. എത്ര നിർബന്ധിച്ചാലും അയാൾ കുടിക്കുകയില്ല. അങ്ങനെ അയാളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു രോഗമായിരുന്നു അത്. അങ്ങനെ ഇയാൾക്ക് കഴിയുന്നു എന്നുള്ളത് നമ്മളെ പറ്റിക്കുന്ന ഒരു സംഗതിയാണ്. അതുപോലെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ കുറ്റബോധത്തിന്റെയും പീഡിപ്പിക്കുന്നതിന്റെയും പശ്ചാത്താപത്തിന്റെയും അധിക ഭാരവുമായി പഴയതുപോലെ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടി. അപ്പൊ ആ സമയത്തൊക്കെ കുടിക്കുന്ന സമയത്ത് ഇയാൾക്ക് വല്ലാത്ത കുറ്റബോധം വരുന്നു, പശ്ചാത്താപം വരുന്നു. അതുപോലെ തന്നെ ഇയാള് വല്ലാത്ത പ്രയാസങ്ങളൊക്കെ ആയിട്ട് അയാൾ ആകെ എല്ലാ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടും. അതൊന്നും ആ കാലത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ആൾക്കാരുമായിട്ട് നല്ല ബന്ധമില്ല, അങ്ങനെ ആകെ പ്രശ്നത്തിലേക്ക് അങ്ങ് പോകും. ഇത്തരം ക്ലേശകരമായ മല്ലിടലിന്റെ കാലം ഇപ്പോൾ ഞങ്ങൾ പിന്നിടുകയാണ്. ഇവിടെയാണ് നമ്മളൊരു ടേണിംഗ് പോയിന്റിലേക്ക് കടക്കുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്ന ആൾക്കാരെ കുടി നിർത്തി എന്ന വാക്ക് പറയുന്നില്ല. ഞാൻ ഇനി ഒരിക്കലും കുടിക്കില്ല എന്ന വാക്കും പറയുന്നില്ല. ഞാൻ പ്രതിജ്ഞ എടുത്തു, ഞാൻ തീരുമാനം എടുത്തു, ഇനി ഞാൻ ഒരിക്കലും കുടിക്കില്ല എന്ന വാക്ക് ഒരേ കാരണം പറയുന്നില്ല. മറിച്ച് അവര് മനസ്സിലാക്കുന്നു, ഇത് അങ്ങനെ തീരുമാനം എടുത്താലൊന്നും ഇത് നടപ്പിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്, നടപ്പിലാവില്ല. അങ്ങനെ നടപ്പിലാവുമായിരുന്നെങ്കിൽ നമ്മളൊക്കെ എന്നോ കൂടി നിർത്തേണ്ടതാണ്. അപ്പൊ ആ ഒരു നിശ്ചിത കാലത്തേക്കോ അല്ലെങ്കിൽ ജീവിതാവസാനം വരെയോ കുടിക്കില്ല എന്നുള്ള തീരുമാനം നിലനിൽക്കുന്നതല്ല എന്ന് മനസ്സിലായത് കൊണ്ട്, എങ്ങനെ മനസ്സിലായി? മദ്യപാനം തീർത്തും ഭേദമാക്കാനാവാത്ത, തിരിച്ചു വരാനാവാത്ത ഒരവസ്ഥയാണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിവുണ്ടെങ്കിലും സുബോധാവസ്ഥയിൽ കഴിയാമെന്ന് ഒരു ദീർഘകാല പ്രതിജ്ഞ എടുക്കരുത് എന്ന് ഞങ്ങളുടെ അനുഭവങ്ങൾ പഠിപ്പിച്ചു. സുബോധാവസ്ഥയിൽ ഇങ്ങനെ സുബോധത്തോടു കൂടി കുറേ കാലം ജീവിക്കാമെന്നുള്ള ഒരു പ്രതിജ്ഞ എടുക്കരുത്, എടുത്തിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. മദ്യാസക്ത രോഗം ഭേദമാക്കാനാവാത്ത ഒരു രോഗമാണ്. ചികിത്സിച്ച് ഭേദമാവില്ല, ഒരു സുഖപ്പെടലില്ല, അതുപോലെ തന്നെ ഒരു തിരിച്ചുപോക്കില്ല. മദ്യം എന്ന് കഴിക്കാൻ തുടങ്ങിയോ അതിനു മുമ്പുള്ള ഒരു ജീവിതാവസ്ഥയിലേക്ക് തിരിച്ചു പോകാനാവില്ല. ഒരിക്കൽ മദ്യാസക്ത രോഗിയായി കഴിഞ്ഞാൽ ആജീവനാന്ത രോഗിയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് ഇതൊരു ഒരു അവസ്ഥയിൽ നിന്ന്, മനുഷ്യന്റെ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു അവസ്ഥാഭേദം സംഭവിച്ച്, അവസ്ഥാ മാറ്റം സംഭവിച്ച് ഒരു പുതിയ അവസ്ഥയിലാണ് നമ്മളുടെ ശരീരമുള്ളത്. ഇത് മദ്യത്തിന്റെ ആസക്തിയുള്ള ഒരു ശരീരത്തോടു കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പൊ നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സും ഒക്കെ ഈ മദ്യാസക്ത രോഗി എന്നുള്ള ഒരു ലേബലിലാണ് ഉള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് അങ്ങനെ ഉള്ള ആൾക്കാർക്ക് ഒരിക്കലും ഒരു നിശ്ചിത കാലത്തേക്കോ ഒരു ജീവിതാവസാനം വരെയോ കുടി നിർത്താൻ കഴിയില്ല, പ്രതിജ്ഞ എടുത്തിട്ട് കാര്യമില്ല എന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് ഇന്നത്തേക്ക് മാത്രം ഞാൻ മദ്യം കഴിക്കുക ഇല്ല എന്ന് പറയുന്നതാണ് കൂടുതൽ യാഥാർത്ഥ്യവും വിജയവും അടങ്ങിയിരിക്കുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കി.
ഇന്നത്തെ ദിവസം ഞാൻ മദ്യപിക്കില്ല. അത് ഏത് വലിയ കുടിയനും വളരെ ഈസി ആയിട്ട് നടപ്പിലാക്കാവുന്ന ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. ഇന്നത്തെ ഒരു ദിവസം, കാരണം അത് വളരെ കുറഞ്ഞ കാലയള സമയമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കൊരു പ്രയാസമില്ല. നമുക്ക് ഭാവിയിൽ കുടിക്കാനുള്ള ഒരുപാട് സന്ദർഭങ്ങളെ എങ്ങനെ നമ്മൾ നേരിടും എന്നുള്ളതിനെ കുറിച്ച് ഓർത്ത് നമുക്ക് ഭയവുമില്ല. അതൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ലല്ലോ. ഞാൻ ആകെ തീരുമാനിച്ചിട്ടുള്ളത് ഇന്നത്തെ ഒരു കാര്യമാണ്. ഇന്നിപ്പോ അവിടെ കല്യാണത്തിന് പോകാനുണ്ട്, ഇന്ന് ഇവിടെ പോകാനുണ്ട്, അവിടെ പോകാനുണ്ട്. അത് കുഴപ്പമില്ല, അവിടെയൊക്കെ ഞാൻ ഇന്ന് കുടിക്കുകയല്ല എന്തായാലും. അങ്ങനെ വളരെ ലളിതമായ ഒരു പരിപാടിയിലൂടെ ഞാൻ ഇന്നത്തെ ദിവസം കുടിക്കാതിരിക്കുന്നു. അത് അത് യാഥാർത്ഥ്യമാണ്. കാരണം നമ്മൾ ഇന്നതിനോടൊപ്പം എനിക്കതിന് പറ്റില്ല എന്നുള്ളൊരു തോന്നൽ വരും. പക്ഷെ ഇവിടെ നമ്മൾ വിജയിക്കുന്നു. ഒരു എടുത്ത തീരുമാനം നടപ്പിലാക്കാൻ കഴിയുമ്പോൾ നമ്മൾ അതിനകത്ത് വിജയിക്കുകയാണല്ലോ. ആ എടുക്കുന്ന തീരുമാനം ഇന്നത്തെ ഒരു ദിവസത്തേക്ക് കുടിക്കുന്നില്ല എന്നുള്ള തീരുമാനമാകുമ്പോൾ നമ്മളത് വിജയിക്കാൻ സാധിക്കുന്നു. അത് നമ്മളെ നമുക്കൊരു മോട്ടിവേഷൻ തരുന്നു. കാരണം നമുക്ക് അവനവനെ കുറിച്ചുള്ള ഒരു മതിപ്പ് ഉണ്ടാവുന്നു. മറ്റത് അവനവനെ കുറിച്ചുള്ള മതിപ്പ് നഷ്ടപ്പെടുക ചെയ്യുന്നത്. എടുത്ത തീരുമാനം നടപ്പിലാക്കാൻ കഴിയാത്ത ഒരാളെന്ന നിലയിലാണ് ഞാനെന്നുള്ള ഒരു ചിന്തയോട് കൂടിയാണ് നമ്മൾ അങ്ങനെ പോകുന്നത്. ഇവിടെ നമുക്ക് നേരെ തിരിച്ചു വരുന്നു. ഇന്നത്തെ ദിവസം മദ്യപിക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനമാകുമ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നു. ഇന്നലെ കുടിച്ചെങ്കിൽ പോലും ഇന്നും കുടിക്കില്ല എന്ന് നമുക്ക് തീരുമാനിക്കാം. ഇന്നലെ കുടിച്ചു, കാരണം സാധാരണ ഈ കുടിയുടെ നിർത്തുന്ന സമയം വെച്ചാൽ നമ്മളൊരു ഡിസംബർ ഒക്കെ ആണെങ്കിൽ നമ്മൾ വിചാരിക്കും ഇനി അടുത്ത ഡിസംബർ 31 നിർത്താം, അതല്ലെങ്കിൽ അടുത്ത ഓണത്തിന് കുടിച്ചിട്ട് നിർത്താം. അങ്ങനെ നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ ഒരു ഡേറ്റിലാണ് കുടി നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഡേറ്റ് കാണുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ 24 മണിക്കൂർ കുടി നിർത്തുന്ന സമയത്ത് നമുക്ക് തീരുമാനിക്കാവുന്നത് ഞാൻ ഇന്ന് കുടിക്കില്ല എന്ന്. നാളെയോ മറ്റന്നാളോ കുടി നിർത്തുന്ന പരിപാടി നമ്മൾ ഉപേക്ഷിച്ചിട്ട് നമ്മൾ ഇന്നത്തെ ഒരു ദിവസം കുടിക്കുന്നില്ല എന്ന് നമുക്ക് തീരുമാനമെടുക്കാൻ കഴിയും. അത് നമുക്ക് നടപ്പിലാക്കാനും പറ്റും. നാളെ നമ്മൾ കുടിച്ചേക്കാം. അപ്പോ പലരും ചോദിക്കുന്ന ഒരു സംശയമുണ്ട്, ഇന്നത്തെ ഒറ്റ ദിവസം കുടിക്കാതിരിക്കുന്നുണ്ട്, നാളെയോ? നാളെ കുടിക്കോ കുടിക്കാതിരിക്കോ ചെയ്യും. പക്ഷെ നാളെ നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും ആർക്കറിയാം. പക്ഷെ ഈ 24 മണിക്കൂർ നമ്മൾ കുടിക്കരുത് എന്ന് തീരുമാനിക്കുന്നു. എന്ത് പ്രകോപനമോ ഉണ്ടായാലും ഇന്ന് മദ്യപിക്കില്ലെന്നും അത് ഒഴിവാക്കാൻ ഏതറ്റം വരെ പോകാനും നമ്മൾ തീരുമാനിക്കുന്നു. ഇന്നത്തെ ഒരു ദിവസത്തെ മസിൽ പിടിച്ചിട്ടോ കഷ്ടപ്പെട്ടിട്ടോ ഒക്കെ ആയാലും ശരി, നമ്മൾ ഇന്നത്തെ ഒരു ദിവസം കുടിക്കുന്നില്ല എന്ന് തീരുമാനം. അത് നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ വൈകുന്നേരം കിടക്കാൻ നേരത്ത് നമ്മൾ നമ്മളോട് തന്നെ സത്യസന്ധതയോടുകൂടി പെരുമാറിയതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വളരെ ആത്മവിശ്വാസം ഉണ്ടാവുന്നു. ഇന്നത്തെ ഒരു ദിവസം വളരെ ഭംഗിയായി പോയി എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്നു. നിരന്തരം ഞങ്ങൾ മതോന്മത്തരായി വേച്ച് വീട്ടിലേക്ക് വരുന്നത് കാണുന്നതിനാൽ ഇത്തവണ ഞാനത് യഥാർത്ഥത്തിൽ നടപ്പിലാക്കുന്നു എന്നുള്ള ഞങ്ങളുടെ ശപഥം ന്യായമായും സുഹൃത്തുക്കളെയും കുടുംബങ്ങളെയും മടുപ്പിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മളിങ്ങനെ കുടിച്ചു വരുന്ന സമയത്ത് ഞാൻ എന്തായാലും ഞാൻ കുടി നിർത്തി എന്നുള്ള തീരുമാനം എടുത്തെടുത്ത് അവസാനം ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ വിജയം കുടി നിർത്തിയ പോലെ എന്നുള്ള ഒരു ഫ്രേസ് വരെ നാട്ടിലുണ്ടായിരുന്നു. ഞാൻ കുടി നിർത്തിയ പോലെ, കാരണം ഞാൻ കുടി നിർത്തിയാൽ നാളെ രാവിലെ തുടങ്ങും അതുപോലെ എന്നുള്ള ഒരു ചൊല്ല് വരെ നാട്ടിലുണ്ടായിരുന്നു. മിക്കവാറും ആൾക്കാർ കുടിയന്മാരുടെ കേസ് അതാ, അയാൾ കുടി നിർത്തിയ പോലെ അല്ലേ നീ നിർത്തുന്നത്, അയാൾ ഇന്നലെ കുടിച്ചു ഇന്നലെ നിർത്തി ഇന്ന് തുടങ്ങി, അതുപോലെയാണെന്നാണ് ചിലപ്പം പറയാം. നിരന്തരം വെച്ച് വീട്ടിലേക്ക് വരുന്നത് കാണുന്നതിനാൽ ഇത്തവണ ഞാനത് യഥാർത്ഥത്തിൽ നടപ്പിലാക്കുന്നു എന്നുള്ള ഞങ്ങളുടെ ശപഥം ന്യായമായും സുഹൃത്തുക്കളെയും കുടുംബത്തെയും അടുപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി കുടിക്കില്ലെന്ന് ഞങ്ങൾ അവർക്ക് വാഗ്ദാനം നൽകുന്നില്ല. ഞാൻ ഇനി ഒരിക്കലും കുടിക്കുന്നില്ല എന്ന് ആരോടും പറയുന്നില്ല. ഞങ്ങൾ തമ്മിലും അത് ചെയ്യുന്നില്ല, ആരോടും പറയുന്നില്ല. ഞങ്ങൾ ഓരോരുത്തരും അവരവരോട് തന്നെ വാഗ്ദാനം ചെയ്യുന്നു. അപ്പൊ ഇതുവരെ കുടി നിർത്തിയത് മിക്കവാറും നമ്മൾ ഞാൻ കുടി നിർത്തി എന്ന് മറ്റുള്ളവരോട് പറയുക ചെയ്യും. ഞാൻ ഇനി കുറച്ച് ദിവസത്തേക്ക് കുടിക്കുന്നില്ല എന്ന് മറ്റുള്ളവരോട് പറയുക ചെയ്യും. ഇവിടെ അത് ആരോടും പറയുന്നില്ല, മറ്റുള്ളവരോട് പറഞ്ഞില്ല, ഞാൻ എന്നോട് തന്നെയാണ് പറഞ്ഞത് ഞാൻ അവനവനോട് തന്നെ പറയുന്നു, വാഗ്ദാനം ചെയ്യുന്നു. അങ്ങനെ
എന്താണെങ്കിലും എന്തെല്ലാമാണെങ്കിലും ഞങ്ങളുടെ തന്നെ ആരോഗ്യവും ജീവിതവുമാണല്ലോ അപകടാവസ്ഥയിലായിരിക്കുന്നത്. നമ്മളുടെ കുടുംബമോ സ്നേഹിതരോ അല്ല, നമ്മളാണ് സൗഖ്യമാകാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടത്. അപ്പോൾ കൂട്ടുകാർക്കല്ല ഈ പ്രശ്നമുള്ളത്, നമുക്കാണ്. അതുകൊണ്ട് നമ്മൾ സ്വയം തീരുമാനിക്കുന്നു, സ്വയം നടപ്പിലാക്കുന്നു, അവനവനോട് തന്നെ സത്യസന്ധനായിരിക്കുന്നു. ഞാൻ ഇന്നത്തെ ദിവസം കുടിക്കില്ല എന്നുള്ളത്. മദ്യപിക്കാനുള്ള ആഗ്രഹം ഇനി അത് നടപ്പിലാക്കാൻ ചിലപ്പോൾ പ്രയാസം ഉണ്ടായിരിക്കും. കാരണം സ്ഥിരമായി അല്ലെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു ദിവസം കുടിക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണെങ്കിൽ അയാളോട് കുറച്ചും കൂടി ലൈറ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്ത കണ്ണിക്ക് പറയുന്നത്. മദ്യപിക്കാനുള്ള ആഗ്രഹം അതിശക്തമാണെങ്കിൽ ഞങ്ങളിൽ മിക്കവരും 24 മണിക്കൂറിനെ ചെറിയ ഘടകങ്ങളാക്കി വായിക്കുന്നു. ഞാൻ ഇന്നത്തെ പകല് കുടിക്കില്ല, അല്ലെങ്കിൽ ഞാൻ ഇന്നത്തെ രാത്രി കുടിക്കില്ല, അതല്ലെങ്കിൽ ഞാൻ അടുത്ത 1 മണിക്കൂർ നേരത്തേക്ക് കുടിക്കില്ല, അടുത്ത 10 മിനിറ്റ് നേരത്തേക്ക് കുടിക്കില്ല എന്ന് പറഞ്ഞിട്ട് ചെറിയ ചെറിയ ഘടകങ്ങളാക്കി മാറ്റുന്നു. ഈ തത്വം സ്വീകരിക്കുന്ന ഒരുപാട് ടീമുകൾ വേറെ ഉണ്ട് കേട്ടോ. ഈ നാർക്കോട്ടിക് അനോണിമസ് എന്ന് പറയുന്ന ആൾക്കാർ ടീം, അവർ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്ന ഒരു മാർഗമാണ് ഇത് പുകവലിക്കാര്. ഞാൻ ഇന്നത്തെ ഒരു ദിവസം പുകവലിക്കില്ല, ഞാൻ അടുത്ത 1 മണിക്കൂർ നേരത്തേക്ക് പുകവലിക്കില്ല, ഞാൻ അടുത്ത 4 മണി വരെ പുകവലിക്കില്ല എന്ന തീരുമാനം എടുത്ത് നടപ്പിലാക്കുന്നതാണ് ആ അനോണിമസ്. അപ്പോൾ അത് വളരെ സിമ്പിൾ ആണെന്നാണ് അവരും പറയുന്നത്. കാരണം ഞാൻ പുകവലി നിർത്തി എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം പുകവലിക്കുകയും അഞ്ഞാഞ്ഞു വലിക്കുകയും ചെയ്യുന്ന ആ അവസ്ഥയിൽ നിന്ന് ഒരു ദിവസത്തേക്ക് പുകവലിയോ ഇതുപോലുള്ള ആസക്തി രോഗങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല മെഡിസിൻ ആണ് 24 hours പ്രോഗ്രാം എന്ന് പറയുന്നത്. അത് 24 hours വീണ്ടും അതിനെ ചെറിയ ചെറിയ വളരെ അഡിക്റ്റ് ആണെങ്കിൽ അതിനെ വളരെ പ്രയാസമാണെങ്കിൽ അതിനെ ചെറിയ ചെറിയ ഘടകങ്ങളാക്കി മാറ്റി രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഞങ്ങൾ പലരും മോചനത്തിന്റെ പ്രക്രിയ ഈ വിധത്തിലാണ് ആരംഭിച്ചത്. യഥാർത്ഥത്തിൽ മദ്യാസക്ത രോഗത്തിൽ നിന്നുള്ള ഓരോ മോചനവും സുബോധത്തിന്റെ ആദ്യത്തെ 1 മണിക്കൂറിൽ നിന്നാണ് ആരംഭിച്ചിട്ടുള്ളത്. അപ്പൊ ഈ സുബോധത്തിന്റെ ടൈം എന്നാണ് ആരംഭിക്കേണ്ടതെന്നാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. അതിന് നമ്മൾ നാളത്തേക്കോ മറ്റന്നാളത്തേക്കോ കാത്തു നിൽക്കേണ്ടതില്ല. അത് നമുക്ക് എപ്പോഴാണോ നമുക്കൊരു വെളിച്ചം കിട്ടുന്നത്, എപ്പോഴാണോ നമ്മുടെ ചിന്തയിലേക്ക് ഒരു സംഗതി കയറി വരുന്നത്, ആ സമയം മുതൽ 1 മണിക്കൂർ നേരത്തേക്ക് അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് നമുക്ക് ഇത് മാറ്റി വെക്കാൻ കഴിയും. ഇനി കുടി നിർത്തുക അല്ലെങ്കിൽ 24 മണിക്കൂറിനകത്തേക്ക് കുടിക്കില്ല എന്നുള്ള ആ ചിന്ത നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ വേറെ ഒരു ടെക്നിക്കാണ് പറയുന്നത്. ഇതിന്റെ മറ്റൊരു വകഭേദമാണ് അടുത്ത കുടി നീട്ടിവെക്കുക. ഇപ്പൊ ഞാൻ ഇനി ഒരു പെഗ് ഞാൻ നാളെയേ കുടിക്കൂ. ഞാൻ ഇനി കുടിക്കുകയാണെങ്കിൽ ഞാൻ നാളെ കുടിക്കുള്ളൂ, ഇന്ന് കുടിക്കുന്നില്ല. ഇപ്പോൾ എന്ത് പറയുന്നു? ഇപ്പോഴും നിങ്ങൾ സോഡ കുടിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇത് പുസ്തകം വായിക്കുന്ന ഒരു മദ്യാസക്ത രോഗിക്കുള്ളതാണ് ഈ ഒരു നിർദ്ദേശമുള്ളത്. എന്ത് പറയുന്നു? ഇപ്പോഴും നിങ്ങൾ സോഡ കുടിച്ചുകൊണ്ടിരിക്കുകയാണോ? 1-ാം പേജിൽ ഞങ്ങൾ പറഞ്ഞത് പ്രകാരം അടുത്ത കവൾ മദ്യം കഴിക്കുന്നതിന് യഥാർത്ഥത്തിൽ നീട്ടിവെച്ചോ. അങ്ങനെ ചെയ്തെങ്കിൽ ഇതാവും നിങ്ങളുടെ മോചനത്തിന്റെ ആരംഭം. നിങ്ങൾ ഒരു ആദ്യത്തെ പെഗ് നിങ്ങൾ മാറ്റിവെച്ചോ. അടുത്ത അളവ് മദ്യം പിന്നീട് ലഭിക്കും. തൽക്കാലം നാം അത് കഴിക്കുന്നത് ഈ ദിവസത്തിൽ നിന്നോ ഈ നിമിഷത്തിൽ നിന്നോ നീട്ടിവെക്കുക. മെല്ലെ ഒന്ന് അങ്ങോട്ട് നീട്ടിവെക്കുക, നാളത്തേക്ക് നീട്ടിവെക്കുക, മാറ്റിവെക്കുക. ഇന്നത്തെ കുടി നാളത്തേക്ക് മാറ്റിവെക്കുക. ഇന്ന് നമ്മൾ ഫ്രീ ആവുന്നു. ഇന്നത്തെ ദിവസം ഞാൻ കുടിക്കില്ല, ഇനി ഒരിക്കലും കുടിക്കില്ല എന്നുള്ള പ്രതിജ്ഞ മാറ്റുന്നു. 24 മണിക്കൂർ പദ്ധതി എളുപ്പത്തിൽ പുനഃക്രമീകരണത്തിന് വിധേയമാക്കാവുന്നതാണ്. 24 മണിക്കൂർ പദ്ധതി നമുക്ക് നാളെ രാവിലെ 6 മണി മുതൽ എന്നുള്ള 24 മണിക്കൂർ വേണ്ട, അല്ലെങ്കിൽ നാളെ രാവിലെ 5 മണി മുതൽ, അല്ലെങ്കിൽ ഇന്ന് രാത്രി 12 മണി മുതൽ നാളെ രാത്രി 12 മണി വരെയുള്ള 24 മണിക്കൂറാണോ? പലർക്കും സംശയം ഉണ്ടാവും, ഏതാണ് 24 മണിക്കൂർ, എവിടെയാ തുടങ്ങുക എന്നുള്ള സംശയം ഉണ്ടാവും. ഒരു സംശയവും വേണ്ട. ഇപ്പോൾ മുതൽ ഏത് സമയത്താണോ നമ്മൾ നിൽക്കുന്നത്, ഏത് സമയത്തും നമുക്ക് പുതിയതായി ആരംഭിക്കാം. വീട്ടിലോ ജോലി സ്ഥലത്തോ ബാറിലോ ഒരു ആശുപത്രി മുറിയിലോ അല്ലെങ്കിൽ വൈകിട്ട് 4 മണിക്കോ രാവിലെ 3 മണിക്കോ എപ്പോൾ വേണമെങ്കിലും ഇനി വരുന്ന 24 മണിക്കൂറോ അല്ലെങ്കിൽ അടുത്ത 5 മിനിറ്റോ നമ്മൾ മദ്യപിക്കുന്നില്ല എന്ന് തീരുമാനിക്കാം. അപ്പൊ ഈ 24 മണിക്കൂർ പറ്റാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം 1 മണിക്കൂർ നേരം മദ്യപിക്കില്ല എന്ന് തീരുമാനിക്കാം, അല്ലെങ്കിൽ 10 മിനിറ്റ് നേരം മദ്യപിക്കുന്നില്ല എന്ന് തീരുമാനിക്കാം. അതിന് അത് തുടങ്ങാനുള്ള ഒരു സമയം നമ്മൾ മുന്നിൽ കാണണമെന്നില്ല. അത് ഇപ്പോൾ മുതൽ, അതായത് ഇന്നത്തെ ദിവസം കുടിക്കുകയില്ല, അത് ഇപ്പോൾ കുടിക്കില്ല. അതാണ് ഏറ്റവും പ്രസന്റിലേക്ക് വരും. ഈ പദ്ധതി
മദ്യപാനം ഇതുകൊണ്ടൊക്കെ ഉള്ള ഒരു വലിയൊരു ഗുണം എന്താന്ന് വെച്ചാല്, ഞാൻ കണ്ടതില് ഈ ഒരു ഇത് കിട്ടിയത് എനിക്ക് ഒരുപാട് സഹായം ചെയ്തത് എന്താന്ന് വെച്ചാല്, ഈ കുടി നിർത്തി എന്ന് പ്രഖ്യാപിച്ച് നടന്ന സമയത്ത് അങ്ങാടിയിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാല്, കൂട്ടുകാരെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് അവരുടെ ഒരുപാട് കളിയാക്കലുകൾ കേൾക്കും. ഒരുപാട് കളിയാക്കല്. "ഓയ്യോ കുടി നിർത്തി. ഓൻ കുടി നിർത്തി. ഓ എത്ര ദിവസം പോകുന്നു നോക്കാം. നീ ഇന്നാള് കുടി നിർത്തിയിട്ട് എന്തായി?" അല്ലാതെ അങ്ങോട്ട് കളിയാക്കും. അപ്പൊ അവരുടെ കളിയാക്കല്, അതുപോലെ തന്നെ "എടാ ഇങ്ങോട്ട് വാ നമുക്ക് കഴിക്കാം" എന്ന് പറഞ്ഞ പ്രലോഭനം. ഈ 2 കാര്യങ്ങളില് വളരെ സൂത്രശാലിയായിട്ട് നമുക്കവിടുന്ന് ഒഴിവാകാൻ പറ്റുന്നതാണ്. ഞാൻ ഇന്ന് ഒരു ദിവസം കുടിക്കുന്നില്ല. ഇന്നെനിക്ക് വേണ്ട. ഇന്ന് ഞാൻ കുടിക്കേല. വേണ്ട എനിക്കിന്ന് നാളത്തെ കാര്യം ചിലപ്പോ കുടിക്കുമെന്ന വിചാരത്തോടു കൂടി അവര് അവരുടെ ഇതിനൊക്കെ പൊക്കോളും. നാളെയും മറ്റന്നാളും പിറ്റന്നാളും ഒന്നും ഞാൻ കുടിക്കില്ല എന്ന് അറിയുമ്പോ അവർക്ക് സഹിക്കില്ല. അവര് വീണ്ടും വീണ്ടും നമ്മളെ വലിച്ച് ചാടിക്കാനുള്ള ശ്രമം. കുടി നിർത്തിയ ആള് എന്നാ പിന്നെ അതൊന്ന് പൊട്ടിച്ചിട്ടുള്ള കാര്യമെന്ന് ബാക്കിയുള്ളവരും തീരുമാനിക്കും. പക്ഷേ ഇന്നത്തെ ദിവസം കുടിക്കേലാന്നാണ് അവരോട് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അവരവരുടെ പാട്ടിന് പോകും. ഇന്ന് അവന് എന്തോ ഒരു അത്യാവശ്യം ഉണ്ടാവും, നാളെ നോക്കാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകും. അപ്പോ കുടിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരായ കുടിയന്മാരുടെ അടുത്തുനിന്ന് ഞാൻ കണ്ടത് ഏറ്റവും രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 24 മണിക്കൂർ പദ്ധതി. അതുകൊണ്ട് ഈ പദ്ധതി മദ്യപാനം പൊടുന്നനെ നിർത്തുക, പ്രതിജ്ഞ എടുക്കുക തുടങ്ങിയ മാർഗങ്ങളുടെ ബലഹീനത ഒഴിവാക്കുന്നു. അപ്പൊ മദ്യപാനത്തെ കുറിച്ച് പറയുന്ന ഒരു കാര്യം, നേരത്തെ ബിന്ദു പറഞ്ഞ പോലെ മറ്റെല്ലാ കാര്യങ്ങൾക്കും അപാരമായ വിൽ പവർ ഉണ്ട് എന്ന് വിചാരിക്കുന്ന നമ്മള് മദ്യത്തിന്റെ കാര്യത്തിൽ മാത്രം അത് സാധ്യമാവുന്നില്ല. ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ വിൽ പവർ കൊണ്ട് നേടിയെടുത്ത ആൾക്കാര് മദ്യപാനം മാത്രം വിൽ പവർ കൊണ്ട് നിർത്താൻ കഴിയില്ല. ആ ഒരു തിരിച്ചറിവാണ് നമുക്കുണ്ടാവുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് മാത്രം ഒരു ബലഹീനതയാണ്. ആ എടുക്കുന്ന തീരുമാനം നടപ്പിലാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നടപ്പിലാക്കാൻ പറ്റുന്ന തീരുമാനം എന്ന നിലയിൽ നിശ്ചിത കാലത്തേക്ക് നിർത്തുക, പ്രതിജ്ഞ എടുക്കുക എന്നിവയെല്ലാം ആ കാലയളവ് തീരുമ്പോൾ മദ്യപിക്കാൻ സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് നമുക്ക് തോന്നും. എന്നാൽ ഇന്ന് എപ്പോഴും ഇവിടെയുണ്ട്. ദിവസേനയാണ് ജീവിതം കടന്നു പോകുന്നത്. ആർക്കും ഒരു ദിവസം കുടിക്കാതെ ജീവിക്കാം. ഏത് കുടിയനും ഒരു ദിവസം കുടിക്കാതെ ജീവിക്കാം. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ കുടിക്കുന്നില്ല. ആ ഒരു തീരുമാനം നമ്മൾ നടപ്പിലാക്കുന്നു. അടുത്ത കണ്ണിയാണ് വളരെ പ്രധാനപ്പെട്ടത്. സുബോധ ജീവിതത്തിന് വേണ്ടി ആദ്യമായി നമ്മൾ വർത്തമാനകാലത്ത് ജീവിക്കാൻ ശ്രമിക്കുന്നു. നമ്മളുടെ സുബോധ ജീവിതത്തിന് വേണ്ടി നമ്മൾ വർത്തമാനകാലത്ത് ജീവിക്കാൻ ശ്രമിക്കുന്നു. നമ്മളുടെ ജീവിതം ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത് 24 മണിക്കൂർ പദ്ധതി എന്ന് പറയുന്നത് കുടി നിർത്തുക എന്നുള്ള കാര്യത്തിൽ മാത്രമല്ല, ഇത് ശരിക്കും ഒരു ലൈഫ് സ്റ്റൈലാണ്. ഏറ്റവും എന്താ പറയാ, വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ എല്ലാവരും പറയുന്ന ഏറ്റവും മികച്ച ലൈഫ് സ്റ്റൈലാണ് 24 അവേഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത്. സ്പെൻസർ ജോൺസൺ എന്ന് പറയുന്ന അദ്ദേഹം എഴുതിയിട്ടുള്ള വർത്തമാനകാലം ഒരു സമ്മാനം എന്ന് പറയുന്ന ഒരു മഹത്തായ ഗ്രന്ഥമാണ്. നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനം എന്ന് പറയുന്നത് വർത്തമാനകാലമാണ്. ഈ വർത്തമാനകാലത്ത് ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ 24 മണിക്കൂർ പദ്ധതി. വർത്തമാനകാലം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട്, കണ്ണുകൊണ്ടും ചെവി കൊണ്ടും മൂക്കുകൊണ്ടും നാക്കുകൊണ്ടും ഒക്കെ നമ്മൾ ഈ അറിയുകയാണ് ലോകത്തെ ചുറ്റുപാടുകളൊക്കെ അറിയുക. അപ്പൊ അതിനെ നമുക്ക് ശരിക്കും ആസ്വാദനം ഉണ്ടാവണമെങ്കിൽ അതിനോടൊപ്പം നിന്നുകൊണ്ട് നമ്മൾ ഇത് ആസ്വദിച്ചു കൊണ്ടുപോകണം. അപ്പൊ ആസ്വദിച്ചു കൊണ്ടുപോകണമെങ്കിൽ നമ്മളുടെ ചിന്തയും ഈ വർത്തമാന കാലത്തിലായിരിക്കണം, ഇപ്പൊ നടക്കുന്ന കാര്യത്തിലായിരിക്കണം. അപ്പോഴേ നമുക്കൊരു ഒന്ന് കുടിക്കാതിരിക്കുന്ന ഒരു കാര്യം, അതോടൊപ്പം തന്നെ ജീവിതമായി മാറുന്നതും നമ്മൾ വർത്തമാന കാലത്തിലായിരിക്കുമ്പോൾ. നിർഭാഗ്യവശാൽ നമ്മളുടെ മനുഷ്യന്റെ അവസ്ഥ എന്താന്ന് വെച്ചാൽ, അവര് ഒരു ദിവസത്തിൽ ശരാശരി 70,000 മുതൽ 80,000 വരെ ചിന്തകൾ ഒരാളുടെ തലച്ചോറിലൂടെ കടന്നു പോകുന്ന പറയും.
അതിൽ ഏറെക്കുറെ ഒരു 95% എബോവ് 95% ചിന്തകൾ കഴിഞ്ഞു പോയതിനെ കുറിച്ചും വരാനുള്ളതിനെ കുറിച്ചും വളരെ അപൂർവമായി മാത്രമേ ഇന്നത്തെ ഈ ഒരു സംഗതിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും എന്താ പറയാ ദുഃഖിതരാണ്, സാറ്റിസ്ഫൈഡ് അല്ല. സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ വർത്തമാന കാലത്ത് ജീവിക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ കഴിഞ്ഞു പോയ ഉണ്ടാക്കിയ നഷ്ടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ ഏതൊരു ജോലി ചെയ്യുന്ന സമയത്തും നമ്മൾ ആ ചെയ്യുന്ന ജോലിയോടൊപ്പമല്ല നമ്മളുടെ ചിന്ത. ഞാൻ കുറേ എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുക, ഒരു തീവണ്ടിയിൽ യാത്ര ചെയ്യുക, അല്ലെങ്കിൽ പ്ലെയിനിൽ യാത്ര ചെയ്യുക, ഏത് യാത്രയായാലും ശരി, യാത്ര ചെയ്യുന്ന സമയത്ത് മിക്കവാറും ഇപ്പൊ പല ആൾക്കാരും മൊബൈലൊക്കെ എടുത്ത് ഞെക്കിക്കൊണ്ടിരിക്കുക ചെയ്യുക. അല്ലാത്ത സമയത്ത് അങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നു, ഏതോ ലോകത്തേക്ക് ചിന്തകളൊക്കെ ഇങ്ങനെ കടന്നു പോകും. ഈ വണ്ടി അങ്ങനെ ഓരോ സ്റ്റേഷനിൽ കൂടെ കടന്നുപോയി ഓരോരോ കാര്യത്തിൽ തീവണ്ടി കൂടെ ആൾക്കാരൊക്കെ കയറി വരുന്നതായിരിക്കും. ഇതൊന്നും കാണുന്നുണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ ചിന്തിച്ചിരിക്കുക ചെയ്യാം. ഒന്നുകിൽ ആ ചിന്ത രണ്ട് തരത്തിലാണ് പോവുക. ഇനി എന്ത് ചെയ്യും, ഇനി ഭാവിയിൽ അതങ്ങനെ പ്ലാനിങ് ആയിരിക്കും ഉണ്ടാവുക. രണ്ടാമത്തത് കഴിഞ്ഞു പോയ കാര്യങ്ങളെ ഓർത്ത് ചിന്തിക്കുക. എന്നാലും ചിന്തിക്കേണ്ടത് ഈ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ ട്രെയിൻ ഓരോ പാളത്തിൽ എത്തുമ്പോൾ, ഓരോ സ്റ്റേഷനിൽ എത്തുമ്പോൾ അവിടെ കുറെ കാഴ്ചകൾ ഉണ്ടാവും. സൈഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ദൂരേക്ക് നോക്കിയാൽ കുറെ കാഴ്ചകൾ കാണും. തീവണ്ടിയിൽ കുറെ ആൾക്കാരുണ്ടാവും, അവരൊക്കെ ഓരോന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ പ്രസന്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നും നമ്മൾ ശ്രദ്ധിക്കാതെ ഒന്നുകിൽ നമ്മൾ ഭാവിയിലേക്കോ അല്ലെങ്കിൽ ഭൂതത്തിലേക്കോ ശ്രദ്ധ കൊടുത്തുകൊണ്ടാണ് നമ്മൾ മിക്കവാറും എല്ലാ കാര്യങ്ങളും പോകുന്നത്. ഞാൻ ഇത് പറയുമ്പോൾ ഈ നമ്മളിപ്പോ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും നമ്മൾ ഭക്ഷണത്തിലല്ല പലപ്പോഴും ശ്രദ്ധിക്കുക. നമ്മളുടെ ചിന്ത ഒന്നുകിൽ വേറെ ഏതോ ലോകത്ത് നടക്കാൻ പോകുന്ന ഏതൊരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ചായിരിക്കും ഭക്ഷണം കഴിക്കുമ്പോൾ പോലും നമ്മളുടെ ചിന്ത. പക്ഷെ അങ്ങനെ നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഏത് ജോലി ചെയ്യുമ്പോഴും ആ ജോലി യാത്ര ചെയ്യുക, ജോലി ചെയ്യുക, ഭക്ഷണം കഴിക്കുക, അപ്പൊ ഏതായാലും ശരി ആ സമയത്ത് ആ ചെയ്യുന്ന പ്രവൃത്തിയോടൊപ്പം ചിന്തയും കൂടി ഉണ്ടെങ്കിൽ അത് മനോഹരമാവും. അപ്പോഴാണ് ശരിക്കും നമുക്ക് അതിന്റെ മനോഹാരിത ആസ്വദിക്കാൻ, സന്തോഷം ഉണ്ടാക്കാൻ കഴിയും. സന്തോഷം ഉണ്ടാക്കാൻ നമുക്ക് ഉണ്ടാവാൻ നമ്മൾ വർത്തമാന കാലത്ത് ജീവിക്കും. നമ്മുടെ ജീവിതം കഴിഞ്ഞു പോയതോ മുന്നോട്ടല്ല, മുന്നോട്ടുള്ള കാര്യത്തെ കുറിച്ചാണ് ഉണ്ടാവുക. അത് വർത്തമാന കാലത്ത് ജീവിക്കുക. അപ്പൊ ഞാൻ അതിനൊരു എക്സാമ്പിൾ പറയാം. ഈ സിനിമാ തിയേറ്ററിൽ പോയി ഇരുന്ന് സിനിമ കണ്ടാൽ നമുക്ക് വളരെ രസമായിരിക്കും. ഭയങ്കരമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ സിനിമയിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് ഡയലോഗുകളും തമാശകളും ഒക്കെ നമുക്ക് പിന്നെയും ഓർമ്മയുണ്ടാവും. അതേ സിനിമ നമ്മൾ വീട്ടിൽ ടി വിയിൽ കണ്ടാൽ ഒരു കാര്യവും നമുക്ക് ഓർമ്മയുണ്ടാവില്ല. ഒരു വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ വീട്ടിൽ ടി വിയിൽ കണ്ടാലും നമുക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. ഒരു മൊബൈൽ കണ്ടാലും നമുക്ക് ഓർമ്മ, വളരെ കുറഞ്ഞ കാര്യം ഉണ്ടാവുള്ളൂ. ഒരുപക്ഷെ നമ്മൾ ഇതിങ്ങനെ കണ്ടുപോയിട്ടുണ്ടാവും. പക്ഷെ തിയേറ്ററിൽ പോയിരുന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് പല സീനുകളും നമുക്ക് അതേപടി മനസ്സിലാക്കും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ തിയേറ്ററിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ ചിന്ത നമ്മൾ വേറെ എങ്ങോട്ടും പോകുന്നില്ല, ആ സ്ക്രീനിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രമായിരിക്കും. അതുകൊണ്ടാണ് തിയേറ്ററിൽ പോയിരുന്ന് സിനിമ കണ്ടിരിക്കും നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ആ 2-2.5 മണിക്കൂർ നേരം. വീട്ടിൽ നിന്ന് അതേ സിനിമ കണ്ടാൽ നമുക്ക് ഉണ്ടാവുന്നില്ല. കാരണം വീട്ടിലിരിക്കുമ്പോൾ നമ്മളുടെ ചിന്ത സ്പ്രെഡ് ചെയ്ത് പോകുന്നു. നമ്മൾ പല കാര്യങ്ങളെ കുറിച്ചും ആലോചിക്കുന്നു. അതിന്റെ ഇടയിൽ കൂടെ നടക്കുന്ന ഒരു സംഗതി ആയിരിക്കും ഈ സിനിമ കാണുന്നത്. അതുകൊണ്ടാണ് നമുക്കത് ആസ്വാദ്യത ഇല്ലാതായി പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും ഈ ഒരു കാര്യം മനസ്സിലായതിനു ശേഷം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആ വർത്തമാന കാലം എന്ന് പറയുന്നത് ഈ ഒരു നിമിഷത്തിൽ ജീവിക്കുക. ഇപ്പൊ കുളിക്കാൻ പോകുന്ന സമയത്ത് കുളിയിൽ ശ്രദ്ധിച്ച് കുളിക്കുന്ന ആൾക്കാര് വളരെ കുറവാണ്. കുളിക്കാൻ പോകുമ്പോൾ വളരെ തിരക്കിട്ടായിരിക്കും കുളിക്കാൻ പോവുക. ആ കുളിക്കാൻ പോകുമ്പോൾ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴും വെള്ളം ഒഴിക്കുമ്പോഴും ഒക്കെ ഇനിയിപ്പോ അത് കഴിഞ്ഞിട്ട് പോയിട്ട് അവിടെ ചെന്നിട്ട് അത് ചെയ്യാണ്ട് ഇത് ചെയ്യാണ്ട് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ആലോചിച്ചാൽ ഈ കുളിയൊക്കെ നടത്തിയിട്ട് ഇങ്ങോട്ട് പോന്നു കഴിയുമ്പോൾ ശരിക്കും സോപ്പ് തേച്ചോ കൈ കഴുകുന്നോ എന്ന് പോലും ചിലപ്പോൾ നമുക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല. കാരണം ഒരിക്കലും ആ കുളിയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടില്ല. അപ്പൊ നമുക്ക്
പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ആണല്ലോ നമ്മുടെ ആസ്വാദനം എന്ന് പറയുന്നത്. 5 ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ച് ഓരോ വർത്തമാനകാലത്തെ ഓരോ സംഗതികളെ ആസ്വദിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് ജീവിതം തന്നെ ആസ്വാദ്യകരമായി മാറുന്നത്. 36,500 ദിവസം ഒരു 100 വയസ്സ് വരെ ജീവിക്കുന്ന ഒരാള്, അയാൾക്ക് ആ 36,500 ദിവസവും അയാൾക്ക് ആസ്വാദ്യകരമാവണമെങ്കിൽ അയാൾക്ക് അതിലൊരു ദിവസമായി ഇന്ന് ആസ്വാദ്യകരമാവണം. ഇന്ന് ആസ്വാദ്യകരമാവാത്ത ഒരാൾക്ക് ഒരു ജീവിതത്തിൽ ഒരിക്കലും ആസ്വാദ്യം ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനി എപ്പോഴെങ്കിലും ഉണ്ടാവുന്ന വലിയൊരു സംഗതിയാണ് സന്തോഷം എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഇന്ന് ഉണ്ടായില്ലെങ്കിൽ പിന്നെ എന്നുണ്ടാവാനാ? ഉണ്ടാവില്ല. അപ്പൊ ഇന്നാണ് നമുക്ക് സന്തോഷം ഉണ്ടാവുന്നത്. ഇന്ന് സന്തോഷം ഉണ്ടാവണമെങ്കിൽ നമ്മളത് ആസ്വദിക്കാൻ ശ്രമിക്കണം. അതിന് നമുക്ക് ഇന്നിനോടൊപ്പം നമ്മൾ ചിന്തയും നമ്മുടെ ഒപ്പമാകണം. ആ ചിന്ത നമ്മുടെ ഒപ്പമാകുമ്പോഴാണ് നമുക്ക് 5 ഇന്ദ്രിയങ്ങൾ കൊണ്ടും ആസ്വദിക്കാൻ കഴിയും. അതായത് തൊട്ട്, സ്പർശിച്ചും, രുചിച്ചും, മണത്തും, കേട്ടും, കണ്ടും ആസ്വദിക്കാൻ കഴിയും. നമ്മൾ മുമ്പിലേക്ക് വിളമ്പി വെച്ചിരിക്കുന്ന ഈ ഭക്ഷണത്തെ ഈ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് ആസ്വദിക്കാൻ ശ്രമിച്ചു നോക്കൂ. നമ്മൾ അതിനെ തൊട്ടും, അതിനെ മണത്തും, അതിനെ രുചിച്ചും, സ്പർശിച്ചും ഒക്കെ ഇതിനൊന്ന് ആ ഭക്ഷണത്തെ ഒന്ന് നോക്കൂ. എന്ത് രസമായിരിക്കും എന്നറിയാം. ആ ഭക്ഷണം കഴിച്ച് ഇങ്ങനെ ഇറക്കുകയും അതിന്റെ ഒരു ശബ്ദവും അതിന്റെ താളവും ഒക്കെ അതിങ്ങനെ ആസ്വദിക്കുമ്പോൾ എന്ത് രസമായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. അതുപോലെ തന്നെ യാത്ര പോകുമ്പോൾ ആ യാത്രയോടൊപ്പമാണ് നമ്മളുടെ മനസ്സെങ്കിൽ എന്ത് രസമായിരിക്കും യാത്ര. അപ്പൊ ഈ ചില ടൂറിന് പോകുമ്പോഴൊക്കെ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ടൂർ പോകുന്ന സമയത്ത് മറ്റ് സ്ഥലത്തേക്കൊന്നും നമ്മൾ ചിന്ത പോകുന്നില്ല. നമ്മുടെ കമ്പനികളുടെ ഒപ്പമാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ ആ ഒരു കമ്പനികളുടെ അത് തന്നെ നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. നമുക്കത് ആസ്വാദ്യകരമായി മാറും. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഡെയിലി ലൈഫിലെ എല്ലാ പരിപാടികളിലും നമ്മളുടെ 5 ഇന്ദ്രിയങ്ങളെയും ശ്രദ്ധ അതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ അത് നല്ല ആസ്വാദ്യകരമായി മാറും. അപ്പോൾ അടുത്ത ഒരു ചോദ്യം വരുന്നത് ഭൂതകാലത്തെ കുറിച്ച് ഓർക്കണ്ടേ, ഭാവി കാലത്തെ കുറിച്ച് ഓർക്കണ്ടേ? ഇത് രണ്ടും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഭൂതകാലത്തെ കുറിച്ച് നമ്മൾ വെറുതെ ഓർക്കേണ്ടതുമില്ല. ഭൂതകാലത്തേക്ക് ഓർക്കേണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, നമുക്ക് വർത്തമാന കാലത്ത് ഏതെങ്കിലും പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒക്കെ വരികയാണെങ്കിൽ ഭൂതകാലത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംഭവങ്ങൾ എന്താണെന്നും അതിൽ നിന്ന് എന്തു പാഠമാണ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ കഴിയുക എന്നും അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഭൂതകാലത്തേക്ക് നോക്കും. അല്ലാതെ ഭൂതകാലത്തേക്ക് നോക്കാനേ പോകരുത്. ഭൂതകാലം എന്ന് പറയുന്നത് കഴിഞ്ഞു പോയതാണ്. അതിങ്ങനെ ഓർത്തുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അതിനി ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കുവാനുള്ള പ്രശാന്ത മനസ്ഥിതിയാണ് നമ്മൾ പറയുന്നത്. ഭൂതകാലം മുഴുവനും നമുക്ക് കഴിഞ്ഞു പോയതാണ്. അത് ഒരിക്കലും നമുക്ക് മാറ്റാൻ കഴിയില്ല. പക്ഷെ നമുക്ക് മാറ്റാൻ കഴിയുന്നുണ്ട്. ഭൂതകാലത്ത് സംഭവിച്ചിട്ടുള്ള തെറ്റുകൾ നമുക്ക് മാറ്റാൻ പറ്റാവുന്നതാണ്. ഭൂതകാലം മാറ്റാൻ പറ്റില്ല, പക്ഷെ ഭൂതകാലത്ത് ഉണ്ടായിട്ടുള്ള ചില തെറ്റുകളെ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ അല്ലെങ്കിൽ ആ ഭൂതകാലത്ത് ഉണ്ടായ ചില ഗുണങ്ങൾ നമുക്ക് പുനരുപയോഗിക്കാൻ കഴിയുന്നതാണ്. അപ്പൊ ഭൂതകാലത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് ഈ ഒരു തെറ്റുകൾ കണ്ടെത്താനും അവിടെയുള്ള ഗുണങ്ങൾ കണ്ടെത്താനും വേണ്ടി നമുക്ക് അന്ന് എന്ത് ചെയ്തു എന്നുള്ളത് കണ്ടെത്താനും വേണ്ടി നമുക്ക് ഭൂതകാലത്തേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം. അതല്ലാതെ ആ കാലത്തുണ്ടായിട്ടുള്ള ഫീലിങ്ങുകളെ കുറിച്ച് ഓർത്ത് വിഷമിക്കാനും സങ്കടപ്പെടാനും നിരാശപ്പെടാനുമാണ് പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നത്. നമുക്ക് നഷ്ടം ഉണ്ടാക്കുകയുള്ളൂ. കാരണം അത് നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ട്. അപ്പൊ ഭൂതകാലത്തേക്കുള്ള നോട്ടം അങ്ങനെ പരിമിതപ്പെടുത്താൻ ശ്രമിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഭാവിയിലേക്കുള്ള നോട്ടം. എന്തുകൊണ്ട് ഭൂതകാലത്തേക്കുള്ള നോട്ടം പരിമിതപ്പെടുത്താൻ ശ്രമിക്കേണ്ടതുണ്ട് എന്ന് പറയാൻ കാരണം വെച്ചാൽ, ലോ ഓഫ് അട്രാക്ഷൻ എന്ന ഒരു സംഗതിയെ കുറിച്ച് എല്ലാവർക്കും കുറെ പേർക്കൊക്കെ അറിയാം. ലോ ഓഫ് അട്രാക്ഷൻ. നമ്മളുടെ ദുരന്തങ്ങളും നമ്മളുടെ സങ്കടവും നമ്മളുടെ പ്രശ്നങ്ങളും എല്ലാം, നമ്മളുടെ പ്രയാസങ്ങളും എല്ലാം, നമ്മളുടെ എന്താ പറയുക മാനസികാവസ്ഥ സന്തോഷവും സങ്കടവും ഒക്കെ നമ്മൾ അട്രാക്ട് ചെയ്തെടുക്കുന്നതെന്നാണ് ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത്. നമ്മൾ തന്നെ നമ്മൾ ആകർഷിച്ചെടുക്കുക. ഒരു കാന്തം ഇരുമ്പിനെ ആകർഷിച്ചെടുക്കുന്നത് പോലെ നമ്മൾ ദുരിതങ്ങളെയും സങ്കടങ്ങളെയും അട്രാക്ട് ചെയ്തെടുക്കുക. എങ്ങനെയാണെന്ന് പറയാം. നമുക്ക് ഏതെങ്കിലും ഒരു സങ്കടം വരുന്ന സമയത്ത് നമ്മൾ ആ സങ്കടം വെച്ച് സങ്കടപ്പെട്ടിരുന്നു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ആ സങ്കടത്തിന്റെ അതേ വേവ് ലെങ്ത് ഉള്ള
ഇതിനു മുമ്പ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ സങ്കടങ്ങളും നമുക്ക് ഓർമ്മയിലേക്ക് വരും. ഈ വേവ് ലെങ്ത്തിൽ, അതായത് നമ്മുടെ ഈ ചിന്ത പുറത്തേക്ക് വിട്ട് ഈ വേവ് ലെങ്ത് ഉള്ള ആ വേവ് ലെങ്ത് ഈ നമ്മളുടെ പഴയകാല ജീവിതത്തിലെ അതേ വേവ് ലെങ്തിലുള്ള എല്ലാ സങ്കടങ്ങളെയും പോയി കണക്ട് ചെയ്തുകൊണ്ടും നമ്മളുടെ തലച്ചോറിലേക്ക് തിരിച്ചു കയറും. അപ്പോൾ നമ്മൾ ഈ വളരെ ചെറുപ്പത്തിൽ പോലും നമുക്ക് ഇതേപോലെ ഉണ്ടായ അനുഭവം നമുക്ക് ഓർമ്മയിലേക്ക് കയറി വരും. ആരുടെയെങ്കിലും കൂടെ, സുഹൃത്തുക്കളുടെ കൂടെയോ ഭാര്യയുടെ കൂടെയോ അച്ഛന്റെ കൂടെയോ അമ്മയുടെ കൂടെയോ ആരുടെ കൂടെ ആയാലും ഉണ്ടായിട്ടുള്ള ഈ ഒരു സങ്കടത്തിന് തുല്യമായ സങ്കടം, അതേ വേവ് ലെങ്തുള്ള സങ്കടം നമ്മുടെ മനസ്സിലേക്ക് ഒരു 10ഓ 20ഓ എണ്ണം തുടർച്ചയായും കൂടെ കയറി വരും. അങ്ങനെ കയറി വരുമ്പോഴേക്കും നമ്മൾ ആകെ അങ്ങോട്ട് നിരാശപ്പെട്ടു പോകും, ആകെ സങ്കടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ നമ്മൾ എന്താണ് അട്രാക്ട് ചെയ്യേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കണം. അതേസമയം നമ്മൾ ഒരു നല്ല ഓർമ്മയാണ് നമ്മൾ പുറത്തേക്ക് വിടുന്നതെങ്കിൽ ആ നല്ല ചിന്തകൾ, നല്ല ഓർമ്മകളുടെ ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് അട്രാക്ട് ചെയ്തു വരിക. പഴയ കാലത്ത് അങ്ങനെ അട്രാക്ട് ചെയ്തു വരും. കുറേ നല്ല ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങോട്ട് കയറി വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സ് സന്തോഷം ഉണ്ടാകുന്നു, നമ്മുടെ മുഖം പ്രസന്നമാകുന്നു, നമ്മൾ ഉത്സാഹഭരിതനാകുന്നു. അതേസമയം മോശപ്പെട്ട ചിന്തയാണ്, നമ്മൾ ഒരു ചിന്തയിലേക്ക് നമ്മൾ ഇങ്ങനെ വഴുതി വീഴുകയാണെങ്കിൽ അതിന്റെ വേവ് ലെങ്തുള്ള സംഗതികളെല്ലാം കൂടി ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ ആകെ നിരാശനാവുന്നു, സങ്കടപ്പെടുന്നു, നമ്മൾ തളർന്നു പോകുന്നു. ഒരേ മനുഷ്യൻ അവിടെ ഇരുന്ന് എന്ത് അട്രാക്ട് ചെയ്യുന്നുവോ അത് അയാളുടെ ഇതിലേക്ക് വരുന്നു. അങ്ങനെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് പഴയ കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ സങ്കടപ്പെട്ട കാര്യങ്ങളുടെ അതിന്റെ വൈകാരിക തലങ്ങളിലേക്ക് കൂടെ പോവരുത്. പോയി കഴിഞ്ഞാൽ ഒരെണ്ണം ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നെങ്കിൽ പോലും അവിടെ നിൽക്കില്ല, നമുക്ക് 100 കണക്കിന് സാധനങ്ങൾ ഇങ്ങോട്ട് വരും, അട്രാക്ട് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വർത്തമാന കാലത്ത് എല്ലാ സന്തോഷവും അങ്ങോട്ട് നഷ്ടപ്പെടും. അതുകൊണ്ട് ഈ ഒരു അട്രാക്ഷൻ, ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് ഇത് വെറുതെ പറയല്ല, ഇത് ഒരുപാട് തെളിയിക്കപ്പെട്ടിട്ടുള്ള വിജയിച്ചിട്ടുള്ളവർ. അപ്പൊ അതേപോലെ തന്നെ ഭാവിയിലേക്ക് നമ്മൾ അട്രാക്ട് ചെയ്യപ്പെടുന്നു. നമ്മൾ പഴയ കാലത്തെ കുറെ നല്ല ഓർമ്മകളും നല്ല ചിന്തകളും ഒക്കെ നമ്മൾ അട്രാക്ട് ചെയ്യും. ഭാവിയിലേക്ക് നമ്മൾ ചില പ്ലാനുകൾ തയ്യാറാക്കുന്നു. അത് അങ്ങനെ വേണം, ഇതിങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്ന് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അതിനെക്കുറിച്ച് മാത്രം, അതിന്റെ വിജയത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നതെങ്കിൽ ആ വിജയം നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് പല ആൾക്കാരും അവർ വിചാരിച്ച വിജയത്തിലേക്ക് എത്തിച്ചേരുന്നത്. നമ്മൾ ആ ഒരു കാര്യം, ഭാവിയിലേക്കുള്ള ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിലെ പരാജയത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ ആ പരാജയം നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. അങ്ങനെ നമ്മൾ ചെയ്താൽ അത് പരാജയപ്പെടുകയും ചെയ്യും. നമ്മൾ എന്താണോ വേണ്ടത് അത് നമ്മൾ തന്നെയാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഈ പരാജയം ഉണ്ടാവുന്ന ഒരാള് അയാളുടെ പരാജയം അയാൾ അട്രാക്ട് ചെയ്തെടുത്തതാണെന്നാണ് ആ ഒരു നിയമം പറയുന്നത്. ഭാവിയിലേക്ക് ഏതെങ്കിലും ഇപ്പൊ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത്, ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്ത്, അയാളിപ്പോ 10ഓ 25ഓ ബൈക്ക് ആക്സിഡന്റ് തവണ അയാൾ ആക്സിഡന്റ് ആയി. അപ്പൊ അയാളോട് ഞാൻ ഒരിക്കലും സംവദിക്കാൻ ഇടയായി. അപ്പൊ അയാളോട് ഞാൻ ചോദിച്ചു, നീ എങ്ങനെയാണ് ഇത്രയും ആക്സിഡന്റ് നിനക്ക് ഉണ്ടാവാൻ സംഗതി എന്താന്ന് ചോദിച്ചു. ഇയാൾ നല്ലൊരു ഡ്രൈവറൊക്കെയാണ്, മിടുക്കനായ ഒരാളാണ്, വലിയ പരിക്കൊന്നും ഓരോ അപകടത്തിനും പറ്റിയിട്ടൊന്നുമില്ല. ഒരു തവണ കാലൊടിഞ്ഞു, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എന്നാലും കുറേ തവണ അയാൾ ആക്സിഡന്റ്. അപ്പൊ ഇയാൾ പറയുന്നത്, ഇയാൾ വണ്ടി എടുക്കുമ്പോഴേ ഇയാളുടെ മനസ്സിലേക്ക് അപകടമാണ് വരുന്നത്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അയാളുടെ മനസ്സിൽ അപകടത്തെക്കുറിച്ച് അപകടത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അയാൾ വണ്ടി ഓടിക്കുന്നുണ്ട്, അയാൾ അപകടത്തിൽപ്പെടുന്നു. നമ്മള് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കിട്ടില്ല എന്നാണ് വിചാരിച്ച്, ബസ് കിട്ടില്ല എന്നാണ് വിചാരിച്ച് പോകുന്ന അയാൾക്ക് ബസ് കിട്ടിയാൽ അപകടം ഉണ്ടാവും എന്ന് വിചാരിക്കുന്ന ആൾക്ക് അപകടം ഉണ്ടാവും. ഇത് ഞാൻ എവിടെയോ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ പൂച്ച കുറുകെ ചാടി കഴിഞ്ഞാൽ അപകടമാണെന്ന് ഒരു വിശ്വാസമുണ്ട് ചില ആൾക്കാർക്ക്. വണ്ടി ഓടിക്കുന്നതിന് മുന്നിൽ കൂടി ഒരു പൂച്ച കുറുകെ ചാടി കഴിഞ്ഞാൽ അപകടം ഉണ്ടാവും. അത് അപകടം ഉണ്ടാവും. എങ്ങനെ ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പൂച്ച കുറുകെ ചാടിയല്ലോ ദൈവമേ, ഇന്നിപ്പോ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് പടച്ചോനറിയാം, ഇന്ന് അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, എവിടെയും കൊണ്ട് ഇരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ചിന്തിച്ചു പിന്നെ അയാൾ എന്തെങ്കിലും അപകടത്തിൽ ചെന്ന് ചാടും. അപ്പൊ അവിടെ വെച്ചാല്
ഭാവിയെക്കുറിച്ച് ഉള്ള നമ്മളുടെ ചിന്ത നെഗറ്റീവ് ചിന്ത ആയതുകൊണ്ട് നമുക്ക് ആ ഒരു തലത്തിലേക്ക് പോകുന്നു. ഇവിടെ നമ്മൾ ഈ ഒരു പ്രസന്റിൽ നിൽക്കുന്ന സമയത്ത്, വർത്തമാനകാലത്ത് നിൽക്കുന്ന സമയത്ത് ഇയാൾ എല്ലാം ശുഭകരമായി പോകുമെന്നുള്ള ഒരു ചിന്തയോടു കൂടിയാണ് പോകുന്നതെങ്കിൽ ഇയാൾക്ക് വിജയം ഉണ്ടാവും. അപ്പൊ ഭാവിയെക്കുറിച്ച് ആയാലും ഭൂതകാലത്തെക്കുറിച്ചായാലും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വർത്തമാനകാലത്ത് സന്തോഷം നഷ്ടപ്പെടും. അപ്പൊ വർത്തമാനകാലത്ത് സന്തോഷം ഉണ്ടാകണമെങ്കിൽ വർത്തമാനകാലത്ത് നല്ല പോലെ എന്താ പറയാ പ്ലസന്റ് ആയിട്ട് നിൽക്കുക, പ്രതീക്ഷയോട് കൂടി നിൽക്കുക. ഭാവിയിൽ നടത്തേണ്ട കാര്യങ്ങളെ കൃത്യമായി പ്ലാൻ ചെയ്യുക. ഇപ്പൊ നാളെ മറ്റന്നാൾ നടക്കേണ്ട കാര്യങ്ങളെ കുറച്ച് സമയം എടുത്ത് മുൻഗണനാ ക്രമം പ്രകാരം ഏതാണോ ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ് നടപ്പിലാക്കേണ്ടത്. രണ്ടാമത് ഏതെങ്കിലും അല്ല. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതും അർജന്റുമായ കാര്യങ്ങളെ നമുക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ അർജന്റ് അല്ലാത്തതൊക്കെ പ്ലാൻ ചെയ്യും. അങ്ങനെ അർജന്റ് അല്ലാത്ത പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കാവുന്ന, അതായത് കുട്ടികളുടെ വിദ്യാഭ്യാസം, നമ്മളുടെ ജോലി, കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം, വീട് വെക്കൽ, വണ്ടി വാങ്ങൽ, ആരോഗ്യം എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം ഒരു 10 മിനിറ്റ് നേരം, കുറച്ചു നേരം നമ്മൾ നമ്മുടെ ഒരു പരിപാടിയെ കുറിച്ച് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലാൻ ചെയ്ത പരിപാടിയിൽ ഇന്നത്തെ ദിവസം നടപ്പിലാക്കേണ്ട പരിപാടി തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ വർത്തമാനകാലത്ത് ജീവിക്കണം. പിന്നെ ആ പരിപാടിയോടൊപ്പം ചിന്തിക്കാവുള്ളൂ. അതേസമയം ഈ പരിപാടി ജോലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ നടപ്പിലാക്കാൻ വരാൻ പോകുന്ന ദിവസങ്ങളിലെ കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നെങ്കിൽ അയാൾക്ക് സന്തോഷം ഉണ്ടാവുന്നില്ല. അപ്പോ ഹാപ്പിനെസ് എന്ന് പറയുന്ന സംഗതി ഉണ്ടാവണമെങ്കിൽ അയാൾ ഈ പ്രസന്റിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം വർത്തമാനകാലത്ത്. കാരണം നാളത്തെ ദിവസം നമ്മളുണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലും നമുക്കറിയില്ല എന്ന് നേരത്തെ വായിച്ചു. അതുകൊണ്ട് വർത്തമാനകാലം ഒരു മഹാവരം അല്ലെങ്കിൽ മഹാസമ്മാനമാണെന്നാണ് നമുക്ക് ദൈവം തന്നിട്ടുള്ള ഏറ്റവും മഹത്തരമായ ഒരു സംഗതിയാണ് വർത്തമാനകാലം, ഇന്നത്തെ ദിവസം. അതുകൊണ്ട് വർത്തമാനകാലത്ത് ജീവിക്കാൻ ശ്രമിക്കുന്നു, അത് ഫലം തരുന്നു. ഒരിക്കൽ ഈ ആശയം നമ്മളുടെ ചിന്തയുടെ ഭാഗമായി കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്ക് ജീവിക്കുക എന്നത് മദ്യപാനത്തെ മാത്രമല്ല മറ്റു പല കാര്യങ്ങളെയും ഫലപ്രദമായും തൃപ്തികരമായും കൈകാര്യം ചെയ്യാൻ നമ്മളെ പ്രാപ്തരാക്കുന്നു. നമുക്ക് ഒരുപാട് കഴിവുകൾ വളരുകയും നമ്മൾ എപ്പോഴും പ്രസന്നനായിരിക്കുകയും നമ്മൾ ഊർജ്ജസ്വലനായിരിക്കുകയും ഒക്കെ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ചിന്തയാണ് ഇന്നത്തെ ദിവസം. ഇന്നത്തെ ദിവസം ഞാൻ ചെയ്യുന്നത്തേക്ക് എന്ന് പറയുന്നത് മദ്യപാനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ ഇന്നത്തെ ദിവസം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതാത് സമയത്ത് അതാതിൻ്റെ കൂടെ ചിന്തയും കൂടെ കൊടുത്തുകൊണ്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ പാളിച്ച വരുമ്പോൾ ഒന്ന് ഭൂതകാലത്തേക്ക് തിരിഞ്ഞു നോക്കി അവിടെ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുകയും അവിടെ നിന്ന് നല്ലതും എന്താണ് പണ്ട് ചെയ്തതെന്നുള്ള നല്ലതും അന്ന് ചെയ്തതിന്റെ അപാകതയും ഒന്ന് വിശകലനം ചെയ്യാൻ വേണ്ടി ഒന്ന് തിരിഞ്ഞു നോക്കുകയും വീണ്ടും വർത്തമാനകാലത്തേക്ക് തിരിച്ചു വരികയും ചെയ്യുക. ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠപ്പെടാതെയും വ്യാകുലപ്പെടാതെയും ഭാവിയെക്കുറിച്ച് ഒന്ന് പ്ലാൻ ചെയ്യുക, അതിൽ മുൻഗണന തീരുമാനിക്കുക, അതിൽ ഇന്നത്തെ കാര്യം തിരഞ്ഞെടുക്കുക, എന്നിട്ട് ഇതിനോടൊപ്പം ജീവിക്കുക. ഇതാണ് എല്ലാ പ്രഗത്ഭരും പറയുന്നത്. സന്തോഷത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് വർത്തമാനകാലമാണ്. അതാണ് നമുക്ക് ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരുപാട് വരദാനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരദാനമാണ് ഈ വർത്തമാനകാലം എന്ന് പറയുന്നത്. ഇന്നത്തെ ദിവസം, ടുഡേ ഇറ്റ്സ് എ ഗ്രേറ്റ് ഡേ. ഏറ്റവും മനോഹരമായി, ഇന്ന് മനോഹരമായത്, ഇന്നൊരു വൃത്തികെട്ട ദിവസമാണ് എന്ന് നമ്മൾ പറയുന്നത് അതിന്റെ ഉത്തരവാദി നമ്മൾ തന്നെയാണ്. നമ്മളുടെ ചിന്തയാണ് അത് വൃത്തികെട്ട ദിവസമാക്കി മാറ്റുന്നത്. ഏതൊരു പരാജയം വരും സമയത്തും അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് അതിൻ്റെ അകത്തൊരു നല്ല വശം ഉണ്ടാവും. ഇപ്പോ ഒരു എക്സാമ്പിൾ പറയാം, ഒരു പുതിയ കാറ് വാങ്ങി, ആ കാറ് വാങ്ങിയിട്ട് അയാൾ ഇങ്ങനെ യാത്ര ചെയ്ത് ഒരു റെയിൽവേ ട്രാക്കിന്റെ റെയിൽവേ ക്രോസിന്റെ, എൻ്റെ സുഹൃത്താ, ക്രോസിന്റെ അവിടെ ട്രെയിൻ ബ്ലോക്ക് ചെയ്തപ്പോൾ ഇയാൾ കുറേ ഇപ്പറേ കാറ് പാർക്ക് ചെയ്തു, കാറ് നിർത്തിയിട്ടിരിക്കുകയാണ്. നല്ല മഴയുള്ള സമയമായിരുന്നു. അപ്പോൾ ഒരു മരത്തിന്റെ കമ്പ് പൊട്ടിയിട്ട്
ഇയാളുടെ കാറിന്റെ മുകളിലേക്ക് ബോണറ്റിലേക്ക് വീണു. ഒക്കെ ബോണറ്റൊക്കെ തകർന്നു പോയി. പുതിയ കാറാണ്. പക്ഷെ അയാളുടെ ഒരു ചിന്ത അയാൾ പറഞ്ഞത്, ദൈവം എന്നെ രക്ഷിച്ചു, അത് ഒരു അടിയും കൂടി പുറകോട്ടായിരുന്നു വീണതെങ്കിൽ ഞാൻ അതിൻ്റെ അകത്ത് അകപ്പെടുമായിരുന്നു. ഇപ്പോൾ എൻ്റെ കാറല്ലേ പോയിട്ടുള്ളൂ, അത് വർക്ക്ഷോപ്പിൽ കൊടുത്ത് നന്നാക്കാവുന്നുള്ളൂ. അയാൾ വളരെ ഉന്മേഷവാനായിട്ടാണ് അയാൾ കാർ എടുത്തുകൊണ്ട് പോയതെന്ന് പറയുന്നു. വളരെ സന്തോഷത്തോടു കൂടിയാണ് അയാൾ കാർ എടുത്തുകൊണ്ട് പോയത്. അതേസമയം എൻ്റെ ദൈവമേ, എന്തൊരു കഷ്ടമാണ്, ഒരു പുതിയ കാറ് വാങ്ങിയിട്ട് ഈ കാറ് ആദ്യത്തെ യാത്രയിൽ തന്നെ ഇതിന്റെ മുകളിലേക്ക് മരം വീണുണ്ട്, എന്തൊരു കഷ്ടമായി ഇത് എന്ന് ചിന്തിച്ചാൽ അയാൾ നിരാശനാവുകയും ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഏത് ദുരന്തങ്ങളുടെ ഇടയിലും ഒരു പ്ലസ് പോയിന്റ് ഉണ്ടാവും, ഒരു നന്മ ഉണ്ടാവും, ഒരു നല്ലതുണ്ടാവും. ആ നന്മ കാണാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുമ്പോൾ ആ ഒരു നിമിഷത്തെയും നമുക്ക് ആസ്വാദ്യകരമാക്കി മാറ്റാം. ആ ഒരു അപകടത്തെയും അയാൾ ആസ്വാദ്യകരമാക്കി മാറ്റിയത് അയാളുടെ ഒരു ചിന്ത മാത്രമാണ്. ഒരു സംഭവം ഒരേ സംഭവം, പക്ഷെ അയാൾ എന്ത് ചിന്തിച്ചു എന്നുള്ളതാണ് അയാളെ സന്തോഷവാനാക്കി മാറ്റിയത്. അപ്പൊ അത്തരത്തില് ഏത് ദുരന്തത്തിന്റെയും ഏത് ദിവസവും സന്തോഷമാക്കി മാറ്റാനുള്ള ഉത്തരവാദിത്വം അല്ലെങ്കിൽ ബാധ്യതയും അയാൾക്ക് തന്നെയാണ്. അന്നത്തെ ദിവസത്തെ നന്മ കാണുക, നല്ലത്, ഏത് ദുരന്തങ്ങളുടെ ഇടയിലുമുള്ള നന്മ ശ്രദ്ധിക്കുക. അതേപോലെ നമുക്ക് ഈ വർത്തമാന കാലത്ത് ജീവിക്കുക. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നടക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഇപ്പൊ ഈ ക്ലാസ് നമ്മളൊരു AI മീറ്റിംഗ് പോയിരിക്കുമ്പോൾ ആണെങ്കിൽ പോലും നമ്മളൊരു മണിക്കൂർ നേരം ഒരു ഫിസിക്കൽ മീറ്റിംഗിൽ പോയിരിക്കുകയാണെന്ന് കരുതുക. ബഹുഭൂരിപക്ഷം ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, അവര് മൊബൈൽ എടുത്ത് ഞെക്കുക, അങ്ങോട്ട് അപ്പുറത്തേക്കും തിരിഞ്ഞ് ഇപ്പുറത്തേക്കും തിരിഞ്ഞ് വർത്താനം പറയുക, ഓരോരുത്തർ ഷെയർ ചെയ്യുന്നു, അങ്ങനെയൊക്കെ അങ്ങനെ കാണാം. ആരും അത്ര വലിയ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ ചില ആൾക്കാർ കാണാം, അവർ ഈ വളരെ കീനായിട്ട് ആ ഒരു ചടങ്ങിൽ എങ്ങനെ ശ്രദ്ധ കൊടുക്കുക. ലോകത്ത് വേറെ എന്തൊക്കെ പരിപാടി നടക്കുന്നുണ്ടോ ഒന്നും അയാൾ ആലോചിക്കുന്ന പോലില്ല. ഇവിടെ നടക്കുന്ന മീറ്റിംഗ് മാത്രം മനോഹരമായിരുന്നു. മീറ്റിംഗ് വളരെ മനോഹരമായിരുന്നു. ഞാൻ വല്ലാതെ അങ്ങോട്ട് എൻജോയ് ചെയ്തു. കാരണം ഇയാളുടെ ചിന്ത മുഴുവനും ആ മീറ്റിങ്ങിലായിരുന്നു. അയാൾ എൻജോയ് ചെയ്തു. അപ്പുറം ഇരിക്കുന്ന ഒരാൾ പറഞ്ഞു, എന്ത് മീറ്റിംഗ് ആയത്? കാരണം അയാൾ ഒരിക്കൽ പോലും അയാളുടെ ചിന്ത ഈ മീറ്റിങ്ങിനൊപ്പം ആയിരുന്നില്ല. അയാൾക്കത് ബോറായിട്ട് തോന്നി. അപ്പൊ ഏതൊരു കാര്യവും നമ്മളുടെ ചിന്ത അതിനോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്കത് വളരെ സന്തോഷമായിട്ട് തോന്നും. നമുക്ക് എപ്പോഴും ബോറടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മളുടെ ചിന്ത അതിലെ നല്ലത് കാണാനല്ല, നമ്മുടെ മോശം കാണാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ബോറടിക്കുന്നത് കഴിയുള്ളൂ. ഈ ഒറ്റയ്ക്ക് ഇരിക്കുന്നതിനെ ആസ്വദിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ, നമുക്ക് അതിലത്ത് കുറച്ച് നന്മ കാണാൻ ശ്രമിച്ചാൽ എന്ത് രസം അറിയാമോ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്. പക്ഷെ എന്ത് കഷ്ടപ്പാടാ ഇത്. ഏതൊരു അവസ്ഥയിലും അതിൻ്റെ അകത്ത് നന്മ കണ്ട് അതിനെ പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരാൾക്ക് ആ സമയത്തെ അയാൾക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും. തീർച്ചയായിട്ടും വർത്തമാനകാലം 24 മണിക്കൂർ എന്ന് പറയുന്ന പരിപാടി മദ്യപാനം നിർത്താൻ വേണ്ടി മാത്രമുള്ള ഒരു സാധനമല്ല. ഈ 24 മണിക്കൂർ മദ്യപിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ 24 മണിക്കൂറിനെ എൻ്റെ ജീവിതത്തിലെ എന്താ പറയാ ലൈവായിട്ടുള്ള അല്ലെങ്കിൽ എങ്ങനെയുള്ള യാഥാർത്ഥ്യമായിട്ടുള്ള, മറ്റതൊക്കെ കഴിഞ്ഞു പോയതാണെന്നോ മറ്റത് വരാനുള്ളതാണോ അറിയില്ല, യാഥാർത്ഥ്യമായിരിക്കുന്ന ഈ ഒരു ദിവസത്തെ, ഈ ഒരു സമയത്തെ ഏറ്റവും മഹനീയമായി ആസ്വദിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മദ്യപാനവും മാറി നിൽക്കും, ജീവിതവും രസമാവും, സന്തോഷമാവും. എന്നെ കേട്ടു നിന്ന എല്ലാവർക്കും സുബോധത്തിന്റെയും സന്തോഷത്തിന്റെയും നല്ല നാളുകൾ ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച് ജമോഷെ. സുബോധ ജീവിതത്തിൻ്റെ